ജെല്ലുനിക്ക് 1960 എഴുതിയ ബുക്കിൽ ആൽക്കഹോളിസത്തെക്കുറിച്ച് 5 ടൈപ്പുള്ള ആൽക്കഹോളിസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം അത് ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത് ആദ്യത്തെ ആൽക്കഹോളിസത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ആൽഫ ആൽക്കഹോളിസം എന്നാണ്. ഇദ്ദേഹം ഇങ്ങനെ ആൽഫ എന്നും ബീറ്റ എന്നും ഗാമ എന്നും ഡെൽറ്റ എന്നും എപ്സിലോൺ എന്നൊക്കെ എഴുതാനുള്ള അല്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഒരു കാരണം ആൽക്കഹോളിസം ഒരു ദീർഘകാല മദ്യപാനത്തിൻ്റെ ഉപയോഗം മൂലമുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ മാത്രമല്ല, ശരിക്കും സയൻറ്റിഫിക്കായി ഒരു ശാസ്ത്രീയപരമായിട്ട് ചില സിംറ്റംസ്, ചില ലക്ഷണങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ 5 ടൈപ്പ് ആൽക്കഹോളിക്കുകളെ അല്ലെങ്കിൽ ആൽക്കഹോളിസം ബാധിച്ചിരിക്കുന്ന ആളുകളെ അദ്ദേഹം ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പഠനത്തിന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ മാർട്ടിമൻ സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. മാർട്ടിമനെ എല്ലാവർക്കും തന്നെ അറിയാം. നമ്മുടെ ആൽക്കഹോളിസം ബസ്സിൽ ആദ്യത്തെ വനിതയാണ്. അത് അവരുടെ ഒരു ഫ്രേസാണ് വി ആർ നോട്ട് അലോൺ, നമ്മൾ ഇനി ഒരിക്കലും തനിച്ചല്ല എന്നുള്ള. അവരുടെ ആദ്യത്തെ ആൽക്കഹോളിസം അനോണിമസിലെ ഗ്രൂപ്പ് മീറ്റിങ്ങിന് ശേഷം തൻ്റെ സുഹൃത്തായ ഗ്രാനിക്ക് എഴുതുന്ന കത്തിൽ അദ്ദേഹം മാർട്ടിമൻ വിവരിച്ച ഒരു ഭാഗമാണ് വി ആർ നോട്ട് അലോൺ, നമ്മൾ ഇനി ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നുള്ള ഒരു കാര്യം. അപ്പോൾ ഇതൊരു സന്ദർഭവശാൽ ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഗ്രീക്ക് ലെറ്ററിലാണ് ഈ 5 ടൈപ്പ് ആളുകളെ നമ്മുടെ ജെല്ലുനിക്ക് വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിസീസ് കൺസെപ്റ്റിന് അല്ലെങ്കിൽ രോഗമെന്ന ആശയത്തിന് വിഘാതമായിട്ടായിരുന്നു അന്ന് ലോകമുള്ള എല്ലാ ഡോക്ടേഴ്സും തന്നെ പ്രവർത്തിച്ചിരുന്നത്. പിന്നീടാണ് WHO അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ഒക്കെ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആൽക്കഹോളിസം കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റിയിൽ ജെല്ലുനിക്ക് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഒരു പക്ഷേ ഇതിൻ്റെ ഒരു വൈഡായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിന് വേണ്ടിയായിരിക്കാം ഈ ഗ്രീക്ക് ലെറ്ററിൽ ഇദ്ദേഹം ഇത് എക്സ്പാൻഡ് ചെയ്ത്, അല്ലെങ്കിൽ ആൽക്കഹോളിസത്തിൻ്റെ റേഞ്ച്, ഓരോ മദ്യാസക്തിനും എത്തിച്ചേരുന്ന റേഞ്ച് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് ഒരു കൂടി വിസ്തൃതമാക്കി ഉള്ള ഒരു കാഴ്ചപ്പാടിലേക്കൊക്കെ അദ്ദേഹം കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് ആ 5 ഗ്രീക്ക് നാമത്തിൽ അല്ലെങ്കിൽ ഗ്രീക്ക് ലെറ്ററിൽ ആൽഫ ആൽക്കഹോളിസം 5 വിഭാഗമായിട്ട് തിരിച്ചിരിക്കുന്നതിൽ ആദ്യത്തേതാണ് ആൽഫ ആൽക്കഹോളിസം. എന്താണ് ആൽഫ ആൽക്കഹോളിസം? അത് ഒരു മദ്യാസക്തിൻ്റെ തുടക്കകാലത്തെ ഈ രോഗത്തിൻ്റെ ചില ലക്ഷണങ്ങളാണ്. അവന് ഈ മദ്യവുമായിട്ട് പൂർണ്ണമായിട്ട് ഒരു സൈക്കോളജിക്കൽ ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് തുടർച്ചയായിട്ട് കുടിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. കാരണം അവൻ്റെ മദ്യം അവൻ്റെ ശരീരത്തെയും മനസ്സിനെയും അല്ലെങ്കിൽ അവൻ്റെ ഇമോഷണൽ വൈകാരികമായിട്ടുള്ള വേദനകളെയെല്ലാം ഒരു വിമോചനം തരുമെന്നുള്ള വ്യാജമായിട്ടുള്ള ഒരു അറിവിനാൽ അവൻ ആ കുടിയിൽ തുടരുകയാണ്. പക്ഷേ അയാൾ പ്രോബ്ലം ഡ്രിങ്കർ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലുള്ള ഒരു മദ്യാസക്തൻ തന്നെയാണ്. അവൻ്റെ പ്രശ്നങ്ങളിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട പോലെ സോഷ്യലായിട്ടും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിലും എല്ലാം പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ജെല്ലുനിക്ക് പറയുന്നത് ഇത്തരം ആളുകൾക്ക് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് റിയലി വാണ്ട്സ് ടു ബി സ്റ്റോപ്പ്, തീർച്ചയായും അവന് മദ്യം നിർത്തണമെന്നുണ്ടെങ്കിൽ അവന് നിർത്താൻ കഴിയും. കാരണം അവർ ഡിസീസ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ രോഗം എന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാഗത്ത് ബീറ്റ ആൽക്കഹോളിസത്തേക്ക് പറയുന്നത്, രണ്ടാം ഭാഗത്ത് അതായത് ആൽഫ ആൽക്കഹോളിസത്തിൽ നിൽക്കുന്ന ഒരാൾ രണ്ടാം ഭാഗത്ത് ബീറ്റ ആൽക്കഹോളിസിൽ എത്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ന്യൂറോൺസിനെ ഈ ആൽക്കഹോളിസം ബാധിക്കുകയും അദ്ദേഹത്തിന് ചില ശാരീരികമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാക്കി തരും. ന്യൂറോൺസിൽ വീക്ക്നെസ് ഉണ്ടാവുകയും ചില നംബ്നെസ്, ചില മുഴകൾ രൂപപ്പെടുകയും ഒരു ബേണിങ്, നമുക്ക് കത്തുന്ന രീതിയിലുള്ളൊരു പെയിൻ അനുഭവപ്പെടുകയൊക്കെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബീറ്റ ആൽക്കഹോളിസത്തിലുള്ള ഒരാൾക്ക് ഒരു പക്ഷേ അയാളുടെ ന്യൂറോൺസിൻ്റെ എല്ലാം ഈ പ്രവർത്തന മൂലം കൈകൾക്കും കാലുകൾക്കും എല്ലാം വേദന സൃഷ്ടിക്കുകയും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആ വേദന എത്തിപ്പെടുകയും ചെയ്യുകയും
അല്ലെങ്കിൽ ലിവർ സിറോസിസ് പോലെയുള്ള അല്ലെങ്കിൽ ഹെപ്പറ്റിക് സിറോസിസ് പോലെയുള്ള അസുഖത്തിലേക്ക് തൻ്റെ കരൾ മാറ്റപ്പെടുകയും, അല്ലെങ്കിൽ അതൊരു രോഗത്തിൻ്റെ അവസാനമാണ്, ലിവറിൻ്റെ ഏറ്റവും അവസാന സ്റ്റേജിലാണ് ലിവർ സിറോസിസായി മാറുന്നത്. ആ ഒരവസ്ഥയിലേക്ക് അയാൾ എത്തിച്ചേരുകയും ഫെബ്രോസിസ് എന്ന് പറയുന്ന ടിഷ്യൂ രൂപപ്പെടുന്നത് മൂലമാണ് ഈ ലിവറിൻ്റെ മുകളിലും ചുറ്റുമൊക്കെ ഒരു സ്കാർ രൂപത്തിൽ ആ ടിഷ്യൂ രൂപപ്പെടുന്നത് കൊണ്ടാണ് അതിൻ്റെ ഫങ്ഷൻ നന്നായി പ്രവർത്തിക്കാത്തത്. ലിവറിനെ ഡാമേജാക്കും. ഈ ഡാമേജായിട്ടുള്ള ലിവർ മൂലവും ഇദ്ദേഹത്തിന് ഈ രോഗത്തിലേക്ക് കൂടുതൽ തള്ളിവിടുന്നതായിട്ട് ഈ പഠനത്തിൽ ജെല്ലിനിക്ക് പറയുന്നുണ്ട്. ഇപ്പോൾ ബീറ്റ ആൽക്കഹോളിസത്തിലേക്ക് എത്തിയ ഒരാൾ, അദ്ദേഹം എല്ലാ ദിവസവും കുടിക്കും, ഓൾമോസ്റ്റ് എവരി ഡേ കുടിക്കുമെന്നാണ് അതിനെ തോന്നുന്നത്. അപ്പോൾ ഏറ്റവും ഹെവി ഡ്രിങ്ക് ആയിട്ട് കുടിക്കും, നല്ല രീതിയിൽ കുടിക്കും. അവർക്ക് ഒരു പക്ഷേ ഒരു ഫിസിക്കൽ അഡിക്ഷൻ ഇല്ലെങ്കിലും വിത്ഡ്രോവൽ സിംറ്റംസ് നമുക്കറിയാം, പലതരം വിത്ഡ്രോവൽ സിംറ്റംസ് ഇല്ലെങ്കിലും, അതായത് ഷെയ്ക്ക് ചെയ്യുക, കൈ വിറയ്ക്കുക, പെട്ടെന്ന് വേർക്കുക, വൊമിറ്റിങ് ചെയ്യുക, നമ്മൾ മലയാളത്തിൽ പറയും വാള് വെക്കുക എന്ന് പറയും, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയമിടിപ്പിൻ്റെ വേഗത കൂട്ടുക, ചിലപ്പോൾ ചില പനികളൊക്കെ വരിക, അങ്ങനെ പലതരം സീഷേഴ്സ് വരിക, ചിലപ്പോൾ മരണത്തോട് അടുക്കാവുന്ന പല വിഡ്രോവൽ വരുന്നെങ്കിലും ഈ ഗണത്തിലും ജെല്ലുനിക്ക് പറയുന്നത് അയാൾക്കും ഡിസീസായിട്ടില്ല, അയാൾക്കും വേണമെങ്കിൽ പല സഹായത്തിൽ ഈ പറയുന്ന ആൽക്കഹോളിസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്നാണ്. അടുത്തതായി പറയുന്നത് ഗാമ ആൽക്കഹോളിസത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ഈ പഠനം നടത്തിയത് ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾക്ക് ചില ക്വസ്റ്റ്യനെയറുകൾ കൊടുത്തുകൊണ്ടാണ് ഇദ്ദേഹം പഠനം നടത്തുന്നത്. അപ്പോൾ ഗാമ ആൽക്കഹോളിസത്തിലേക്ക് എത്തുന്ന ഒരാൾ, ഇയാൾക്ക് പല ടോളറൻസ് ലെവല് കുറയും, ശാരീരികമായൊരു ഡിപ്പെൻഡൻസ് വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കൺട്രോള് മൊത്തത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. ഇവരെയാണ് ശരിക്കും ആൽക്കഹോളിക്കാണ് എന്ന് പറയുക. അങ്ങനെ ഈ ഗാമ ആൽക്കഹോളിസം, അതായത് ഫിസിക്കലായിട്ടൊരു ഡിപ്പെൻഡൻസും മെൻ്റലി ഒരു ഔട്ട് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ ഒരു നിയന്ത്രണമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന ഒരാളിലേക്ക് എത്തുമ്പോഴാണ്, ഇവിടെ വെച്ചാണ് ജെല്ലിനിക്ക് ഒരാൾ ഡിസീസായി അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ എത്തിച്ചേർന്നു എന്നിരിക്കുന്നത് പറയുന്നത്. അടുത്തത് ഡെൽറ്റ ആൽക്കഹോളിസത്തെക്കുറിച്ചാണ്. അതായത് ഗാമ ആൽക്കഹോളിസത്തിൽ അല്ലെങ്കിൽ ഡെൽറ്റ ആൽക്കഹോളിസത്തിൽ നിന്ന് എന്ന് പറയുന്നത് ഗാമ ആൽക്കഹോളിസത്തെക്കാളും അവർക്ക് ഏത് തോതിലുള്ള മദ്യം കഴിച്ചാലും അവർക്ക് കൺട്രോള് നഷ്ടപ്പെടും. അവസാനമായിട്ട് ഇപ്പോൾ ഈ പറയുന്ന ഗാമ ആൽക്കഹോളിസത്തിൻ്റെയും അല്ലെങ്കിൽ ഡെൽറ്റ ആൽക്കഹോളിസത്തിലെ ആളും ഡിസീസിലാണ്. അടുത്ത ഫൈനൽ സ്റ്റേജിൽ എപ്സിലോൺ ആൽക്കഹോളിസം എന്നാണ് പറയാം. ഇതാണ് ഈ രോഗത്തിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് സ്റ്റേജ് ആയിട്ടുള്ള ഒരു ആൽക്കഹോളിക്കിൻ്റെ അവസ്ഥ. ഇതിനെ ഡിപ്സോമാനിയ എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചാണ് വൈദ്യശാസ്ത്രം വിവരിക്കുന്നത്. അതായത് ഇതൊരു മെഡിക്കൽ കണ്ടീഷനാണ്, അല്ലെങ്കിൽ ഒരു വൈദ്യശാസ്ത്രമായൊരു കണ്ടീഷനാണ്. അൺകൺട്രോളബിൾ ക്രേവിങ് ഫോർ ആൽക്കഹോൾ, അതായത് അവനെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ ആൽക്കഹോളിന് വേണ്ടിയിട്ടുള്ള ഒരു ആസക്തി. ഇത് 19-ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ച ഒരു ടേം വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ആൽക്കഹോൾസ് റിലേറ്റഡ് പ്രോബ്ലത്തെ വിവരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഡിപ്സോമാനിയ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് തന്നെ, മനഃശാസ്ത്ര ലോകം ഉപയോഗിക്കുന്നത് തന്നെ ഈ ആൽക്കഹോളിനോടുള്ള അൺകൺട്രോളബിളായിട്ടുള്ള അനിയന്ത്രിതമായിട്ടുള്ള ക്രേവിങ്ങിനെ സൂചിപ്പിക്കാനാണ്. ജെല്ലിനിക്കിൻ്റെ ഒരു പഠനത്തിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഒരു ജനറൽ ആയിട്ടുള്ള ആൽക്കഹോളിസത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അവർ നോർമൽ ഡ്രിങ്കിങ്ങിനെ കുറിച്ച് അധികം സംസാരിക്കുന്നില്ല. എപ്പോഴും ഒരു ആൽക്കഹോളിക്കായിട്ടുള്ള ആളുകളുടെ ഒരു 5 സ്റ്റേജാണ് അദ്ദേഹം അവിടെ വിവരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഈ 5 സ്റ്റേജിൽ നിന്നുള്ള ഒരു പഠനമാണ് ജെല്ലിനിക് കർവ്. യഥാർത്ഥത്തിൽ ജെല്ലിനിക് കർവ് വരച്ചത്. ജെല്ലിനിക് അതിൻ്റെ ആശയങ്ങൾ രൂപപ്പെടുത്തി ഒരു പുസ്തക രൂപത്തിലാക്കുകയും നമുക്കറിയാവുന്നതുപോലെ പല ഇൻസ്റ്റിറ്റ്യൂഷനിലും അല്ലെങ്കിൽ സംഘടനകളൊക്കെ ഈ ആൽക്കഹോളിസത്തിന് വേണ്ടിയിട്ടുള്ള സംഘടനകളൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ ചാർട്ടിൻ്റെ പേര് ജെല്ലിനിക്കിന് കൊടുക്കാനുള്ള കാരണം അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥം, അദ്ദേഹത്തിൻ്റെ ഈ കണ്ടുപിടുത്തങ്ങൾക്കും വർക്കുകൾക്കും
അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ക്രെഡിറ്റാണ് ജെല്ലിനിക് കർവ് എന്നുള്ള പേര് കൊടുത്തുകൊണ്ട് അഡിക്ഷനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ശാസ്ത്രലോകം ഇത് കൂടുതൽ അറിയപ്പെടാനായിട്ട് അല്ലെങ്കിൽ അറിയിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് ജെല്ലിനിക് കർവ് എന്നുള്ള വാക്കാൽ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ചാർട്ടിലേക്ക് പോകാം. ചാർട്ടിലേക്ക് പോകുന്ന തൊട്ട് മുമ്പ് വാട്ട് ഈസ് ആൽക്കഹോൾ, എന്താണ് ആൽക്കഹോൾ? നമുക്കറിയാം, ആൽക്കഹോൾ എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് അല്ലെങ്കിൽ മൈൻഡ് ആൾട്ടർനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ആൾട്ടറിങ് ചെയ്യുന്ന ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ ഒരു ഡ്രഗാണ് ആൽക്കഹോളും. നമ്മുടെ ചിന്തകളെ മാറ്റിമറിക്കും, നമ്മുടെ സ്വഭാവത്തെ മാറ്റിമറിക്കും. നമ്മുടെ ചിന്തകളെ, നമ്മുടെ ഹൃദയമിടിപ്പിനെ, നമ്മുടെ ശ്വാസത്തിനെ, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും കുറയ്ക്കുന്ന അല്ലെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യുന്ന ഒരു വസ്തുവാണ് ആൽക്കഹോൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയിൽ പല രീതിയിലുള്ള ഇതിനെ ഫ്രൂട്ട്സിൽ നിന്നുണ്ടാക്കുന്ന, വെജിറ്റബിളിൽ നിന്നുണ്ടാക്കുന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ അരി മുതലായിട്ടുള്ള ഗോതമ്പ് ഉൽപ്പന്നങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന 5% മുതൽ 12% മുതൽ 40% വരെയുള്ള ആൽക്കഹോൾ, സ്പിരിറ്റ് അടങ്ങിയിട്ടുള്ള ആൽക്കഹോൾ ഇന്നിപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ലഭ്യമാണ്. ഏകദേശം ഒരു 10,000 വർഷങ്ങൾക്ക് മുമ്പ് മുതലെങ്കിലും ആൽക്കഹോൾ മനുഷ്യൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടാകും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു, നമ്മുടെ ഈ ആൽക്കഹോൾ പലപ്പോഴും മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ചില വേദന സംഹാരിയായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പോൾ സന്തോഷകരമായിട്ട് ആൽക്കഹോൾ ഉപയോഗിക്കുന്നവരുണ്ട്. എന്തായാലും ആൽക്കഹോളിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗമാണ് നമുക്ക് വളരെ നാശത്തിലെത്തിക്കുന്നത്. സന്തോഷകരമായ ഒരു വിവാഹവേളയിലോ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേക്കൊക്കെ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ കൂടുതലാകുമ്പോൾ അത് വളരെ ദേഷ്യപ്പെടുന്ന, വയലൻ്റ് സിറ്റുവേഷനാകുന്ന, അല്ലെങ്കിൽ അവിടേക്ക് ഒരു ലഹള സംഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചേരും. പലപ്പോഴും ഞാനൊക്കെ കുടിച്ചിരുന്നത് ആഫ്റ്റർ വർക്ക്, ജോലിക്ക് ശേഷം ഒരു റിലാക്സേഷന് വേണ്ടിയായിരുന്നുവെങ്കിൽ പിന്നീട് അതൊരു എൻജോയ്മെൻ്റ് ഇല്ലാത്ത, എൻ്റെ സമയം കളയുന്ന, വെറുതെ ഒരു കൂടുതൽ കഴിക്കുമെങ്കിലും യാതൊരുവിധ യൂസ്ഫുള്ളും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. അപ്പോൾ ജോലി സമയത്തുണ്ടാകുന്ന ഒരു റിലാക്സേഷന് വേണ്ടി വിവാഹവേളയിലും ബർത്ത്ഡേ പാർട്ടികളിലും അല്ലെങ്കിൽ ഒരു ജോലി ലഭിക്കുമ്പോഴോ ഒക്കെ കിട്ടുന്ന വളരെ സന്തോഷകരമായിട്ടുള്ള അവസ്ഥയെ കൂടുതൽ സന്തോഷകരമാക്കാൻ വേണ്ടിയിട്ടാണ് പലരും കുടിച്ചു തുടങ്ങിയത്. ഞാൻ കുടിച്ചു തുടങ്ങിയത് എൻ്റെ ഒരു കൂട്ടുകാരനുമായിട്ടിരുന്ന ഒരു ബിയറിൽ നിന്നാണ്. പിന്നീട് ഞങ്ങളുടെ അടുത്തുള്ള പനയിൽ നിന്ന് ഞങ്ങൾ ആദ്യമൊക്കെ തമാശയ്ക്ക് ആ പനയിൽ നിന്ന് ഇറക്കുകയും ഈ മാട്ടമൊക്കെ ഇറക്കുക എന്ന് പറയുന്ന പോലെ ഇറക്കുകയും കുടിക്കുകയൊക്കെ ചെയ്തു. അത് വളരെ ഒക്കേഷണൽ റിലീഫ് ഡ്രിങ്കിങ് ആയിരുന്നു, വല്ലപ്പോഴും സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യമായിരുന്നു. പക്ഷേ 1-2-3 മാസമൊക്കെ കൂടുമ്പോൾ കുടിച്ചിരുന്ന ഞാൻ പിന്നെ അത് കോൺസ്റ്റൻറ്റ് റിലീഫ് ഡ്രിങ്കിങ്ങിലേക്ക് വന്നു. അതായത് എനിക്ക് അപ്പൊക്കെ കുടിക്കണമെന്ന് തോന്നുമോ അപ്പോഴൊക്കെ കൂട്ടുകാരുടെ കൂടെ ഈ മാട്ട ഇറക്കാനും ബിയർ മേടിക്കാനും ഷാപ്പിൽ പോകാനും ഒക്കെ തുടങ്ങി. അപ്പോൾ അതിന് ചില മാർഗ്ഗങ്ങൾ ഞാൻ കണ്ടുപിടിച്ചു. അന്നേരമൊക്കെ പണത്തിന് അത്ര ലഭ്യതയില്ല. അപ്പോൾ അപ്പനോട് പൈസ ചോദിച്ചാൽ അപ്പൻ ചിലപ്പോൾ തന്നിരിക്കും, ചിലപ്പോൾ തന്നില്ലെന്നിരിക്കും. അപ്പോൾ ഞാൻ ഈ കോൺസ്റ്റൻറ്റ് റിലീഫിന് വേണ്ടി പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ചെയ്തിരുന്നത്, എൻ്റെ സഹോദരിയുടെ സ്വർണ്ണമൊക്കെ അവളറിയാതെ അടിച്ചു മാറ്റിയിട്ട് അത് കൊണ്ട് പണയം വെച്ചിട്ട് അത് വെച്ചിട്ട് കുടിക്കും. ചില സമയങ്ങളിൽ ഇവിടെ അന്വേഷിക്കും, സ്വർണ്ണമോതിരം കണ്ടില്ല എന്നൊക്കെ വീട്ടിൽ കൂടെ അന്വേഷിക്കും, അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നതൊക്കെ എനിക്ക് കാണാം, പക്ഷേ ഞാൻ പറയില്ല. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ ചിലപ്പോൾ വീട്ടിലുണ്ടാകുന്ന എന്തെങ്കിലും സാധനമൊക്കെ കൊണ്ട് വിറ്റോ ഒക്കെ കുടിക്കും. ചിലപ്പോൾ തേങ്ങയായിരിക്കും കൊണ്ട് വിൽക്കുക. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ റിലീഫ് കിട്ടണം എന്നുള്ള മാർഗത്തിൽ ഞാൻ കുടിക്കാൻ തുടങ്ങി. പക്ഷെ പിന്നീട് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ എൻ്റെ ടോളറൻസ് ലെവൽ കൂടി. എന്നുവെച്ചാൽ എനിക്ക് ആദ്യം ബിയർ കുടിക്കുമ്പോൾ ഉണ്ടായിരുന്ന കിക്കിനൊക്കെ കൂടുതൽ വീണ്ടും എനിക്ക് മദ്യം വേണമെന്നുള്ള ഒരു ആവശ്യം വരികയും ഞാൻ കൂടുതൽ കുടിക്കാനായിട്ട് തുടങ്ങി. ആദ്യം ഒരു ബിയർ കുടിച്ചിരുന്നു, പിന്നെ 2, 3, 4, ചിലപ്പോൾ ബിയറും ബ്രാൻഡിയോ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങൾ മിക്സ് ചെയ്ത് കുടിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ടോളറൻസ് ലെവൽ കൂടാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ആൽക്കഹോളിനോടൊരു ഡിപ്പെൻഡൻസ് വരാൻ തുടങ്ങി, ഒരു ആശ്രയത്വം. എനിക്ക് അറിയാം,
ഞാൻ വല്ലാതെ ആശ്രയിക്കുന്നുണ്ടെങ്കിലും ആദ്യ കാലഘട്ടങ്ങളിൽ അത് വളരെ രസകരമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം ഞാൻ ബാറിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ അവിടുത്തെ അസിസ്റ്റൻറ്റ് മാനേജറായിരുന്നു. അപ്പോൾ ബാറിലെ കീ എൻ്റെ കയ്യിലാണ്. അപ്പോൾ ബാർ കൗണ്ടറിൽ പോയിട്ട് ഞാനിതെടുത്ത് കുടിക്കുകയും അതിനാവശ്യത്തിന് ഞാൻ എടുക്കുന്ന മദ്യത്തിനനുസരിച്ച് അതിനകത്ത് വെള്ളം ചേർത്ത് വെക്കുകയും അല്ലെങ്കിൽ മറ്റേ ഡാമേജ് എന്നൊക്കെ പറഞ്ഞ് ബിയർ പൊട്ടിച്ച് കളഞ്ഞ് അതിൻ്റെ കുപ്പിയൊക്കെ തലപ്പാവൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കും, അരിച്ചിട്ട് കുടിക്കും. എന്നിട്ട് അത് ഡാമേജ് എഴുതി വിടും. അങ്ങനെ പല പല മാർഗങ്ങളിലൂടെ എൻ്റെ ഈ ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് കൂടി വന്നു. അതെല്ലാം ഒരു രഹസ്യ സ്വഭാവമുള്ള കുടിയായിരുന്നു. കാരണം രാത്രിയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ബാറിൽ ഒരു സ്റ്റാഫും അവിടെ ഇല്ല, മാനേജറില്ല, ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ആ ബാറിൻ്റെ വലിയ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആരും അറിയാതെയാണ് ഞാനിതെല്ലാം ചെയ്തിരുന്നത്. എൻ്റെ ചില കൂട്ടുകാർക്കറിയാമെങ്കിലും ഇതെങ്ങനെയൊക്കെയാണ് ഞാൻ കുടിച്ചുകൊണ്ടിരുന്നതെന്നോ ഞാനിങ്ങനെ കണക്കിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രാൻഡിയിലോ ഇങ്ങനെ കൃത്രിമം ചെയ്യുന്നുണ്ടെന്നോ ഒരാൾ പോലും അറിഞ്ഞിരുന്നില്ല. അതിനെയാണ് സറപ്റ്റിറ്റിവസ് ഡ്രിങ്കിങ് അല്ലെങ്കിൽ രഹസ്യ സ്വഭാവമുള്ള മദ്യപാനമായിട്ട് മാറുന്നത്. അപ്പോൾ ആദ്യം ഒക്കേഷണൽ റിലീഫിന് തുടങ്ങി, പിന്നെ കോൺസ്റ്റൻറ്റ് റിലീഫായി, അതായത് വല്ലപ്പോഴും ആശ്വാസം കിട്ടുന്ന ഒരു മദ്യം പിന്നീട് സ്ഥിരമായ ഒരു ആശ്വാസത്തിനുള്ള ഒരു മദ്യമായി മാറി. അതെൻ്റെ ടോളറൻസ് ലെവൽ കൂട്ടിക്കൊണ്ടിരുന്നു. ആദ്യം ബീർ കുടിച്ചത് പിന്നെ അത് 3, 4, 5 ബീർ കുടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ മാത്രമേ എനിക്ക് ആ സെയിം ഫീലിംഗ് കിട്ടുകയുള്ളൂ എന്നുള്ള അവസ്ഥയിൽ എത്തി. എൻ്റെ കുടിക്ക് രഹസ്യ സ്വഭാവങ്ങൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. അടുത്തത് മെമ്മറി ബ്ലാക്ക് ഔട്ടാണ്. എനിക്കറിയാം നമ്മൾ പലപ്പോഴും പറയുന്നത് ഞാൻ ഉറങ്ങി എന്നാണ്. പക്ഷേ കുടിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞാൻ ഉറങ്ങുകയായിരുന്നില്ല, ബ്ലാക്ക് ഔട്ട് ആവുകയായിരുന്നു. ഞാൻ അബോധാവസ്ഥയിലെത്തുകയായിരുന്നു. ശരിക്കും ആൽക്കഹോളിക്സ് അനോണിമസിന് നന്ദി പറയുകയാണ്. കാരണം ഈ ബ്ലാക്ക് ഔട്ട് എന്ന് പറയുന്ന വാക്കൊക്കെ കേൾക്കുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഉള്ളിലെത്തിയ പിന്നെയാണ്. അപ്പോൾ ഒരുപാട് ദിവസങ്ങളിൽ 3 മണിക്ക് 4 മണിക്കോ അല്ലെങ്കിൽ 2 മണിക്കോ ഒക്കെ ഞാൻ കടന്നുറങ്ങിയിരുന്നത് ഈ പറയുന്ന അബോധാവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ബ്ലാക്ക് ഔട്ട്, എനിക്ക് എന്താണ് ഞാൻ ചെയ്തതെന്ന് ഓർക്കാത്ത, പിറ്റേ ദിവസം ഞാൻ എവിടെയായിരുന്നു എന്ന് ഓർക്കാത്ത, ഏത് കൂട്ടുകാരൻ്റെ വീട്ടിലായിരുന്നു ഓർക്കാത്ത ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തുകയും പിന്നീട് ഈ ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് വീണ്ടും വർദ്ധിക്കുകയും ചെയ്യുന്നു. സാധാരണ നിലയിൽ ഇപ്പോൾ നമ്മളൊരു ഫ്രൂട്ട്സ് കടയിൽ വർക്ക് ചെയ്യുകയാണ് എന്ന് വിചാരിക്കാം. ആ ഫ്രൂട്ട്സ് കടയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആപ്പിൾ എടുക്കുന്നു, മുന്തിരി എടുക്കുന്നു, അതെല്ലാം കഴിക്കുന്നുണ്ട്. ആ കടയിലെ ജോലി നഷ്ടപ്പെടുകയോ ആ കടയിലെ ജോലി നിർത്തുകയോ ചെയ്താൽ പിന്നീട് നമ്മൾ ആ ഫ്രൂട്ട്സിന് വേണ്ടി ഓടി അകലാറില്ല. പക്ഷേ എൻ്റെ കേസിൽ ഞാൻ ബാറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്കറിയാം, ഞാൻ ഇതിന് മുമ്പ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളതാണ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എൻ്റെ ചെസ്റ്റിൽ നിന്ന് അവർ ഡോക്ടർ കുറച്ച് വെള്ളമൊക്കെ കുത്തിയെടുത്തിട്ട് എന്നോട് പറഞ്ഞു, നീ മദ്യപിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ 4 വർഷം കൂടി നിർത്തിയ ഞാൻ ഈ പറയുന്ന 4 വർഷത്തിന് ശേഷം വീണ്ടും കുടിച്ചപ്പോൾ എവിടെയാണോ നിർത്തിയത് അതേ ലെവലിൽ, അതേ തോതിൽ ഞാൻ വീണ്ടും കഴിക്കാൻ തുടങ്ങി. ആദ്യത്തെ ദിവസം ഞാനൊരു വൈൻ മാത്രമേ കഴിച്ചുള്ളൂ. പക്ഷേ രണ്ടാമത്തെ ദിവസം 2-3 വൈനും ബിയറും, പിന്നെ എൻ്റെ കൂട്ടുകാരെല്ലാം വീട്ടിൽ വരാൻ തുടങ്ങി. അല്ലെങ്കിൽ ഞാൻ ബാംഗ്ലൂർ ഒറ്റയ്ക്കാണ് താമസിച്ചത്. അപ്പോൾ വീട്ടിൽ വരാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ വൈഫൊന്നുമില്ല, നാട്ടിലേക്ക് പറഞ്ഞു വിട്ടേക്കാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് വർദ്ധിക്കാൻ തുടങ്ങി. അതോടൊപ്പം എനിക്ക് കുറ്റബോധം ഉണ്ടാകാൻ തുടങ്ങി. എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് വളരെയധികം ഒരു ഫീലിംഗ്, ഞാനിങ്ങനെ ചെയ്തത് ശരിയായില്ലല്ലോ, ഞാനിങ്ങനെ പറഞ്ഞത് ശരിയായില്ലല്ലോ എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകാൻ തുടങ്ങി. ഈ മദ്യത്തോടുള്ള ഈ കഠിനമായിട്ടുള്ള ഡിപ്പെൻഡൻസ് രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ഗിൽറ്റി ഫീലിംഗ് ഒക്കെ ഉണ്ടാവും. തലേ ദിവസം ഞാൻ ആരോടാണ് തെറി പറഞ്ഞത്, എനിക്ക് ആരോടൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടായത്, ഞാൻ ആരുടെ കയ്യിൽ നിന്നാണ് പണം കടം മേടിച്ചത്, ഞാൻ ആരുടെ വീട്ടിലാണ് പോയത്, ഏത് പാർട്ടിക്കാണ് പോയത്, ഏത് വണ്ടിയിലാണ് പോയത്, എങ്ങനെയാണ് ഞാൻ തിരിച്ചെത്തിയത് എന്നൊക്കെ ചിന്തിച്ച് ഞാൻ വീട്ടിൽ വന്നിട്ട് എൻ്റെ വൈഫിനോട് തെറി പറഞ്ഞോ, അമ്മയോട് ഞാൻ വിളിച്ചു വല്ലതും പറഞ്ഞിട്ടുണ്ടോ, സഹോദരിമാരോടും അളിയന്മാരെയും ഞാൻ വിളിച്ചോ, മറ്റ് കൂട്ടുകാരെ ആരോടെങ്കിലും ഞാൻ വഴക്കുണ്ടാക്കി എന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് എനിക്കൊരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാകുന്നു. പക്ഷേ എന്നാലും രാവിലെ കഴിഞ്ഞൊരു 10 മണി 11 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ 12 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും എനിക്ക് അർജൻസി ഓഫ് ഫസ്റ്റ് ഡ്രിങ്ക്, എനിക്ക് അടിയന്തര പ്രാധാന്യമായിട്ട് ഒരു കുടിയിലേക്ക് പോകണമെന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങുന്നു. ഈ ഘട്ടത്തിൽ പലപ്പോഴും ഭാര്യ പറയും, നിങ്ങൾ കുടി നിർത്തണം, നിങ്ങളുടെ കുടി
ഇങ്ങനെയൊന്നും അല്ല ഞാൻ കരുതിയത്. അല്ലെങ്കിൽ ഈ വിവാഹ ജീവിതം കഴിയുമ്പോൾ അവരുടെ ഉണ്ടാകുന്ന മോഹങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളിൽ വലിയ നിരാശ പടർന്നു പിടിക്കുകയും പലപ്പോഴും എൻ്റെ ഭാര്യ എന്നോട് പറയും, നിങ്ങളെ ഞാൻ ഇങ്ങനെയല്ല കരുതിയത്, ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല, എൻ്റെ അപ്പൻ ഇങ്ങനെ തെറി പറയാറില്ല, എൻ്റെ അപ്പൻ ഇങ്ങനെ കുടിക്കാറില്ല, എൻ്റെ വീട്ടിൽ ആരും ഇങ്ങനെ കുടിക്കുന്നവരില്ല എന്നുള്ള കുറേ കാര്യങ്ങൾ കൂടി പറയുമ്പോഴും ഞാൻ ആ പ്രോബ്ലത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ തയ്യാറാകാതെ വന്നു. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്കല്ല പ്രോബ്ലം, എൻ്റെ ഭാര്യയ്ക്കാണ്. കാരണം എൻ്റെ കൂട്ടുകാരായ പലരും കുടിക്കുന്നുണ്ട്, എൻ്റെ സെയിം തോതിലോ അതിലധികമോ കുടിക്കുന്നുണ്ട്. അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ ഭാര്യ അവരോട് ഈ തരത്തിലുള്ള വർത്തമാനമൊന്നും പറയുന്നില്ല. ഇങ്ങനെയുള്ള വർത്തമാനം കേൾക്കുമ്പോഴാണ് ഞാൻ ട്രിഗർ ആകുന്നത്, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ ദേഷ്യം വരികയും ഞാൻ വീണ്ടും കുടിക്കുകയും ചെയ്യുന്നതെന്നായിരുന്നു അന്നത്തെ കാലത്ത്, അല്ലെങ്കിൽ എയിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പുള്ള കാലങ്ങളിൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ മാക്സിമം ഞാനൊരു കുടിയനാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള സകലമാന മാർഗ്ഗങ്ങളും ഞാൻ ഉപയോഗിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന എൻ്റെ അമ്മയെ കാണാൻ പോകുന്നത് കുറയും. കാരണം അമ്മ എപ്പോൾ കണ്ടാലും മോനെ കുടി നിർത്തണം, നിൻ്റെ കരളിലേക്കാണ് ഇത് ഒഴിക്കുന്നത്, കല്ലിലേക്കല്ല ഒഴിക്കുന്നത്, കരൾ പ്രവർത്തിച്ചാട്ടാണ് ഇത് നിർജ്ജീവമാണെന്നൊക്കെ അമ്മയ്ക്കൊക്കെ ചെറിയ വിദ്യാഭ്യാസം ഉള്ളെങ്കിൽ ഇതൊക്കെ ആരൊക്കെയോ പറയുകയും, എൻ്റെ ഒരു പെങ്ങൾ നേഴ്സാണ്, പിന്നെ ഇവിടെ ഇങ്ങനെ പല ചർച്ചകൾ ഇവർ പെങ്ങന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ അമ്മ അങ്ങനെയൊക്കെ പറയുക. അല്ലെങ്കിൽ എൻ്റെ അപ്പനൊരു കുടിയനായതുകൊണ്ട് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ പഠനം നടത്തിയിട്ടുള്ളതാണ് എൻ്റെ അമ്മ. അപ്പോൾ മകൻ കുടിയനായപ്പോൾ തീർച്ചയായും അമ്മയ്ക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ട് എന്നോട് പറയേണ്ടി വന്നു. പക്ഷേ ഒരു മകൻ എന്ന രീതിയിൽ, ഒരു ഭർത്താവ് എന്ന രീതിയിൽ, ഒരു സഹോദരൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു അളിയൻ എന്ന രീതിയിൽ ഞാൻ ഈ പ്രോബ്ലത്തെ ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കാത്തൊരവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു. മിക്കവാറും എൻ്റെ ജോലി സ്ഥലത്ത് എൻ്റെ കൂട്ടുകാരൊക്കെ കുടിക്കാൻ വരുമ്പോൾ ഞാൻ ഈ കുടിച്ചിട്ട് കരയുകയൊക്കെ ചെയ്യുന്ന ഓർക്കുന്നുണ്ട്. വെറുതെ കരയും, പല കാര്യങ്ങളും പറഞ്ഞു കരയും, അത് അങ്ങനെയായി ഇതിങ്ങനെയായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പലപ്പോഴും ഇപ്പോഴും അവരൊക്കെയായിട്ട് എനിക്ക് കോൺടാക്റ്റ് ഉണ്ട്. ഈ ബാംഗ്ലൂരുള്ള എൻ്റെ കൂട്ടുകാർ കർണാടകക്കാരാണ്, നമ്മുടെ മലയാളികളല്ല. അപ്പോൾ അവരൊക്കെ ആയിട്ട് എന്നെ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിലൊക്കെ ഇങ്ങനെ പറയുമെങ്കിലും ഞാൻ സാധാരണ മട്ടിലാണ് കുടിക്കുന്നത് എന്നുള്ളൊരു ചിന്തയാണ് എന്നെ നയിച്ചിരുന്നത്. ഓരോ കുടിയും കഴിയുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്, പക്ഷേ ആ പ്രശ്നത്തെ ലഘൂകരിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഒരു ടി വി തല്ലി പൊളിച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും, അത് ഞാൻ വേറെ മേടിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എനിക്ക്. അപ്പോൾ തലേദിവസം ടി വി തല്ലി പൊളിക്കുന്നു, പിറ്റേ ദിവസം ടി വി മേടിക്കാനായിട്ടുള്ള ഓട്ടത്തിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ പ്ലേറ്റ് തല്ലി പൊളിക്കുന്നു. ആ പ്ലേറ്റിൻ്റെ അവിടെ ഈ ഭിത്തിയിലൊക്കെ എന്തെങ്കിലും മാർക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് ഞാൻ തന്നെ തുടച്ച് കളയുന്നു, അല്ലെങ്കിൽ ഞാൻ ഛർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ ഛർദ്ദി വാരി കളയുന്നു. അങ്ങനെ എവിടെയെങ്കിലും എന്തെങ്കിലും നശിപ്പിച്ചാൽ ഞാനത് റിപ്പയർ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ പ്രോബ്ലത്തെ ലഘൂകരിക്കാനായിട്ടാണ് ശ്രമിച്ചിരുന്നത്. അതോടൊപ്പം എൻ്റെ ബ്ലാക്ക് ഔട്ട് കൂടി വന്നു. ആദ്യമൊക്കെ എനിക്ക് നല്ല ഓർമ്മയൊക്കെ ഉണ്ടായിരുന്നു തലേദിവസം എന്തൊക്കെയാണ് ചെയ്യണേ. ഈ ബ്ലാക്ക് ഔട്ടിൽ ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഞാനത് എല്ലാം ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസിൽ മെമ്പർമാരെന്ന രീതിയിൽ ഒരു നിങ്ങളോടത് പറയേണ്ട കാര്യമാണ്. പല രീതിയിൽ എന്ന് പറഞ്ഞാൽ സോഷ്യലും ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ്, അതായത് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പോവുക, അതിനുള്ള കൊട്ടേഷൻ പരിപാടികളിൽ ഏർപ്പെടുക, അങ്ങനെ പല പരിപാടികളൊക്കെ ഈ എൻ്റെ ഏർലി സ്റ്റേജിലെ ബ്ലാക്ക് ഔട്ട്സിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് കൃത്യമായിട്ട് അതൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്ന് വെച്ചാൽ നമ്മൾ ബോധം കെട്ടു പോകുന്നൊരവസ്ഥയിലല്ല, ഹാഫ് മെമ്മറി അല്ലെങ്കിൽ പകുതി ഓർമ്മ ഉണ്ടാവുള്ളൂ. പക്ഷേ പിറ്റേ ദിവസം ഓർക്കുമ്പോഴാണ് അയ്യോ ഞാൻ അവിടെ പോയോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അടുത്തത് ഡ്രിങ്കിങ് ബോൾസ്റ്റേർഡ് വിത്ത് എക്സ്ക്യൂസ് എന്നാണ്. അതായത് എക്സ്ക്യൂസസ് കൊണ്ട് ബലപ്പെട്ട കുടി. പലതരം ന്യായീകരണങ്ങളുണ്ട്. എത്തിക്കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ്, നിനക്ക് ഒത്തിരി ന്യായീകരണങ്ങളുണ്ടാകാം, പക്ഷേ ഒരു റീസൺ, ഒരു കാരണമില്ലെന്ന് കുടിക്കാനായിട്ട്. പക്ഷേ കുടിക്കുന്ന സമയങ്ങളിൽ ഞാൻ എപ്പോഴും എക്സ്ക്യൂസസ് ആയിരുന്നു. ഒന്നില്ലെങ്കിൽ എനിക്ക് ജോലി കഴിയുമ്പോൾ ക്ഷീണമുണ്ടാകുന്നതുകൊണ്ട് കുടിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ നാട്ടിലേക്ക് കൂട്ടുകാരെ കാണാൻ പോയതുകൊണ്ട് കുടിക്കുന്നു, അല്ലെങ്കിൽ കൂട്ടുകാരൻ എൻ്റെ അടുത്ത് വന്നതുകൊണ്ട് കുടിച്ചു, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഭയങ്കര വേദനയായിരുന്നു അതുകൊണ്ട് പോയി കുടിച്ചു, റിലാക്സേഷന് വേണ്ടി കുടിച്ചു. അങ്ങനെ ആയിരം എക്സ്ക്യൂസുകൾ കൊണ്ട് ഞാൻ എൻ്റെ കുടിയെ ബലപ്പെടുത്തി. അപ്പോൾ അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി സംഭവിച്ചത്, എനിക്ക് ഈ പറയുന്ന കുടി കുറയ്ക്കാനാണ് ഡിക്രീസ് ഓഫ് എബിലിറ്റി ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ് വെൻ അതേഴ്സ് ടു ഡു സോ എന്ന് പറഞ്ഞാൽ, മറ്റുള്ളവർ കുടിക്കാതിരിക്കുമ്പോൾ
അല്ലെങ്കിൽ എൻ്റെ കൂടെ കുടിച്ച പലരും കുടിക്കാതിരിക്കുമ്പോൾ എനിക്ക് കുടിക്കാതിരിക്കാൻ കഴിയാത്ത ഒരു കഴിവ് കുറവ് അവിടെ വന്നു. അപ്പോൾ ഇതോടൊപ്പം തന്നെ എനിക്ക് ഒരു മനസാക്ഷി കുത്തിട്ടാവുന്നുണ്ട്, ഞാനിങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്നുള്ള അത് അടിക്കടി ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ആവർത്തിക്കുന്ന രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഞാൻ വീണ്ടും കൂടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതോടൊപ്പം എനിക്ക് ഒരു ഗ്രാൻഡിയോസ് വല്ലാതെ തണ്ട് കാണിക്കുന്ന അഗ്രസീവായിട്ടുള്ള ബിഹേവിയർ. ഈ തണ്ട് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ 5 അടി 2-3 ഇഞ്ചെങ്ങാണ്ടേ ഉള്ളൂ പൊക്കം, പക്ഷേ 6 അടിക്കാരൻ്റെയും 7 അടിക്കാരൻ്റെയൊക്കെ ഷോൾഡറെ കയറി പിടിക്കുക, അവനെ തല്ലുമെന്ന് പറയുക, കൊല്ലുമെന്ന് പറയുക, എന്തും ചെയ്യാൻ മടിക്കാത്ത രീതിയിലുള്ള ഒരു അഗ്രസീവ് ബിഹേവിയർ വന്നു. എനിക്ക് ഭയങ്കര അഹംഭാവവും ഉണ്ടായിരുന്നു. കാരണം എനിക്ക് എൻ്റെ വിചാരം കഴുത്തിൽ ഭയങ്കര ചെയിൻ, ഭയങ്കര വലിയ മാല ഇടുക, കയ്യിൽ ഈ തമിഴ്നാട്ടിലെ നടന്മാരെന്ന് വെച്ചാൽ വില്ലന്മാരെയൊക്കെ കാണിക്കുന്ന രീതിയിൽ 4-5 മോതിരങ്ങൾ കൈകളിൽ ഇടുക, അങ്ങനെയൊക്കെ നടക്കുന്ന, ഷർട്ടൊക്കെ നന്നായിട്ട് തേച്ചൊക്കെ ഇട്ട് നടക്കുള്ളെങ്കിലും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അതിൻ്റെ പരിസ്ഥിതി വല്ലാതെ മോശമായിരിക്കും. എന്നാലും അങ്ങനെയാണ് വീട്ടിൽ നിന്നൊക്കെ. അപ്പോൾ ഈ ഒരു വല്ലാത്ത തണ്ട്, മറ്റുള്ളവരുടെ മുതുകത്ത് കയറുക എന്ന് പറയും. അപ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ് പോലെ എന്നാണ് നമ്മുടെ ബിഗ് ബുക്കിൽ ആ വാക്കിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ പ്രോമിസസ് ആൻഡ് റെസൊല്യൂഷൻ ഫെയിൽ, അതായത് മറ്റുള്ളവർ പ്രതിജ്ഞ എടുക്കും. അതായത് ഇന്ന് മുതൽ കുടിക്കുകയില്ല. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞിട്ടുണ്ട്, ഇനി ഒരിക്കലും കുടിക്കുകയില്ല. സത്യമായിട്ട് എനിക്ക് ഇന്നലെ ഒരു അബദ്ധം പറ്റിപ്പോയി. അവൻ എന്നെ മേടിച്ച് തന്നുകൊണ്ട് ഞാൻ കുടിച്ചതാണ്. ഇനി ഞാൻ ഒരിക്കലും കുടിക്കുകയില്ല, ഞാനിനി ജീവിതത്തിൽ കുടിക്കുകയില്ല, ഇനി ഒരിക്കലും കുടിക്കുകയില്ല എന്നൊക്കെയുള്ള പ്രോമിസസും റെസൊല്യൂഷൻസും ഒക്കെ, അല്ലെങ്കിൽ ജനുവരി 1 എടുക്കുന്ന പ്രതിജ്ഞകളും നോമ്പ് കാലത്തെടുക്കുന്ന പ്രതിജ്ഞകളും ഒക്കെ വഴി തെറ്റാൻ തുടങ്ങി, അല്ലെങ്കിൽ പരാജയപ്പെടാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ചില ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അതായത് കൺട്രോൾ ചെയ്ത് കുടിക്കാമെന്നുള്ള എൻ്റെ ശ്രമങ്ങൾ. അതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ബാംഗ്ലൂർ ഞാൻ ഹോസ്റ്റൽ നടത്തിയിരുന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇപ്പോൾ ഇവരെയൊക്കെ വീട്ടിലേക്ക് വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ എന്നെ പറയും, ഞാൻ ഹോസ്റ്റലിൽ ഒരു റൂമുണ്ട്, അവിടെ പോയി കിടക്കാമെന്ന് പറയും. അപ്പോൾ എൻ്റെ വിചാരം, എൻ്റെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സ്ഥലത്തേക്ക് ആരെങ്കിലും മദ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കുടിച്ചു പോകും. അപ്പോൾ അവിടെ നിന്ന് എന്നെ രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അങ്ങനെ ഹോസ്റ്റലിലൊക്കെ പോയി താമസിക്കും. കൂടാതെ വൈകിട്ട് വയറ് നിറച്ച് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണെന്ന് ഏതോ കൂട്ടുകാർ പറഞ്ഞു തന്നപ്പോൾ ഞാൻ അതൊക്കെ ചെയ്യാൻ തുടങ്ങി. അതൊക്കെ കുറച്ച് എഫേർട്ടൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല ആവർത്തി ചില എഫേർട്ടുകൾ ഈ മദ്യത്തെ നിയന്ത്രിക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ കുറച്ച് നാളുകൾ മാത്രമേ നീണ്ടു നിന്നുള്ളൂ. ചിലപ്പോൾ ഒരാഴ്ച കുടിക്കാതിരിക്കുന്നുണ്ട്, ചിലപ്പോൾ 2 ദിവസം കുടിക്കാതിരിക്കുന്നുണ്ട്, ചിലപ്പോൾ 2 ആഴ്ച കുടിക്കാതിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവമൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ തല്ലിപ്പൊളിക്കലോ ബഹളമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് കൂടി മാറ്റി വെക്കാറുണ്ട്. പക്ഷേ ഈ പറയുന്നത് ഒരു ആവർത്തനം പോലെ ജീവിതത്തിൽ വന്നു. പെട്ടെന്ന് വീണ്ടും അടുത്ത കുടിയിലേക്ക് ഞാൻ പോവുകയാണ് ഉണ്ടായത്. അതായത് കഴിഞ്ഞ പ്രാവശ്യമുണ്ടായ ഭീകരാവസ്ഥയെ ഞാൻ വളരെ പെട്ടെന്ന് മറന്നു പോകുന്നു. 10-30 ദിവസത്തെ കുടിക്ക് ശേഷം, 10-40 ദിവസത്തെ കുടി നിർത്തലിന് ശേഷം, 40-50 ദിവസത്തെ കുടി നിർത്തലിന് ശേഷം ഞാൻ വീണ്ടും കുടിക്കുന്നു. കാരണം ഞാൻ പഴയ ആ സംഭവങ്ങളെല്ലാം മറന്നു പോകുന്നു. അപ്പോൾ എത്തിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, മറവിയുടെ അസുഖമുള്ളവരാണ് ആൽക്കഹോളിക്കുകൾ. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് മദ്യാസക്തിയെപ്പറ്റിയും ഈ രോഗത്തെപ്പറ്റിയും ഓർക്കുന്നത്. അടുത്തത് ട്രൈസ് ജിയോഗ്രാഫിക്കൽ എസ്കേപ്സ് ആണ്. ജിയോഗ്രാഫിക്കൽ എസ്കേപ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കോതമംഗലത്താണ് എൻ്റെ വീട്. അപ്പോൾ കോതമംഗലത്ത് നിന്ന് തൊടുപുഴ എൻ്റെ വൈഫ് ഹൗസ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി നിൽക്കുക. അല്ലെങ്കിൽ ഞാൻ മംഗലാപുരത്ത് എനിക്ക് കുറച്ച് സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ പോയി നിൽക്കുക. ഇപ്പോൾ ഇല്ല, അന്നുണ്ട്, അന്നത്തെ കാലത്തുണ്ട്. അപ്പോൾ അവിടെ പോയി നിൽക്കുക. അല്ലെങ്കിൽ ബാംഗ്ലൂർ പോവുക, ഡൽഹിക്ക് പോവുക. അങ്ങനെ ജിയോഗ്രാഫിക്കലായിട്ടുള്ള എസ്കേപ്പ്. ഇതെന്തുകൊണ്ടാണ് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഇവിടെ ഒന്നും എൻ്റെ കൂട്ടുകാർ എത്തിപ്പെടില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കല്ലേ, അപ്പോൾ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും, ഞാൻ കുടിക്കാതിരിക്കാൻ സാധിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അവിടെ നിന്ന് മംഗലാപുരത്തെത്തുമ്പോൾ അവിടെയുള്ള വർക്കേഴ്സിന് ഞാൻ അവിടെ നിന്നെങ്കിലും ഒരു ക്വാർട്ടർ മേടിച്ചു കൊടുക്കും. പിന്നീട് അവർ മീൻ വറുക്കും, അല്ലെങ്കിൽ കോഴി കറി ഉണ്ടാക്കും. അവരോടൊപ്പം ഇരുന്ന് കുടിക്കാനായിട്ട് ഞാൻ നോക്കും. ചിലപ്പോൾ വളരെ വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ പോലും കിടന്നുറങ്ങി എണീറ്റ് പോരേണ്ട ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേരും.
എനിക്ക് ലോസ് ഓഫ് അതർ ഇൻട്രസ്റ്റ് പല കാര്യങ്ങളും ഒത്തിരി കാര്യങ്ങൾ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. ആ ഇൻട്രസ്റ്റ് അതെല്ലാം പോയി. എന്ന് വെച്ചാൽ സിനിമ കാണുക, നാടകം കാണുക, മറ്റുള്ള എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ്, വീട്ടുകാരോടൊപ്പം സിനിമയ്ക്കൊക്കെ പോയി. ഞാൻ സിനിമയ്ക്ക് കയറത്തില്ല, ഞാൻ പുറത്ത് വണ്ടിയിലിരിക്കുകയുള്ളൂ. അങ്ങനെയുള്ള എല്ലാ തരമുള്ള സാധാരണ ആളുകൾ ഉപയോഗിക്കുന്ന എൻ്റർടൈൻമെൻറ്റ് മാർഗ്ഗങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. കുടിക്കുമ്പോൾ തമിഴ് പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമുള്ളതായതുകൊണ്ട് തമിഴ് പാട്ട് വെച്ച് തരുന്നതായിട്ട് ഓർക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും അത്ര ആ കുടി സമയത്തുണ്ടാകുന്ന ചെറിയൊരു ഇൻട്രസ്റ്റ് അല്ലാണ്ട് പിന്നീട് മറ്റുള്ള താല്പര്യങ്ങൾ, സന്തോഷകരമായ ഉണ്ടാക്കാനുള്ള താല്പര്യങ്ങൾ കുറഞ്ഞു. അപ്പോൾ ജോലി സ്ഥലത്തും കാരണം പണം ധാരാളം ചിലവഴിക്കുന്നുണ്ട്, പണം വരുന്നുണ്ട് പോകുന്നുണ്ട്. പക്ഷേ അപ്പോൾ ജോലി സ്ഥലത്തും ചില പ്രശ്നങ്ങളുണ്ടാകും. കാരണം രാവിലെ 5 മണിക്ക് കുക്ക് ചെയ്യേണ്ട കുക്കിനെ വിളിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുവരുത്തി ചിക്കൻ കറി ഉണ്ടാക്കി മദ്യവും കഴിച്ചു കഴിഞ്ഞാൽ അവൻ പിറ്റേ ദിവസം രാവിലെ അവൻ എണീക്കേണ്ടതാണ്. അതില്ല, എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് തന്നെ അവൻ 5 മണിക്ക് എണീറ്റ് പോയിട്ടുണ്ടാക്കുന്ന സാമ്പാറിൻ്റെ കോലവും പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന മറ്റ് ഫുഡുകളുടെ കോലവും നമ്മളൊന്ന് വിചാരിച്ചാൽ മാത്രം മതി. അപ്പോൾ വർക്കിൽ ചില ട്രബിൾസുകൾ ഉണ്ടായി തുടങ്ങി, പണത്തിന് ചില കുറവുകൾ വന്ന് തുടങ്ങി. ഞാൻ പലപ്പോഴും എൻ്റെ കുടുംബത്തെയും കൂട്ടുകാരെയും ഒഴിവാക്കാൻ തുടങ്ങി. എൻ്റെ ഫാമിലിയിൽ ഇപ്പം എൻ്റെ അമ്മ വീട്ടിലോ അപ്പം വീട്ടിലൊക്കെ കുറേ കാലത്തേക്ക് ഞാൻ വിസിറ്റ് ചെയ്യാതെയായി. കാരണം അവരെല്ലാം ഞാൻ കുടിക്കുന്നുണ്ടെന്ന് പയ്യെ മനസ്സിലാവുകയും ചില ആരെങ്കിലും മരണപ്പെട്ടാലൊക്കെ നമ്മൾ പോകുമ്പോൾ അറിയാതെ ഈ മദ്യപിച്ച് അവിടെ ചെല്ലുന്നത് കൊണ്ട് അവർക്ക് പെട്ടെന്ന് തന്നെ എന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങി. പിന്നീട് എനിക്ക് പറ്റിയ മറ്റൊരു സംഭവം നെഗ്ലക്റ്റ് ഓഫ് ഫുഡാണ്. ഫുഡ് കഴിക്കാതിരിക്കുക. ഞാൻ രാവിലെ ഫുഡ് കഴിക്കാതിരുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വൈകുന്നേരം ഫുഡ് കഴിക്കുക, ചിലപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്ക് ഫുഡ് കഴിക്കുക, 3 മണിക്ക് ഫുഡ് കഴിക്കുക. അപ്പോൾ രാവിലത്തെയും ഉച്ചയ്ക്കത്തെയും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ എനിക്ക് ശരിക്കും അവോയ്ഡായി. അപ്പോൾ അതെന്നെ വല്ലാതെ എൻ്റെ ശരീരത്തിൻ്റെ ക്രമത്തെ തന്നെ തെറ്റിച്ചു. അപ്പോൾ മദ്യവും ധാരാളം മദ്യം അടിച്ചു കയറ്റണം, അതോടൊപ്പം ഫുഡ് അടിച്ചു കൊടുപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ ഷേപ്പ് മാറി. എൻ്റെ ഫാറ്റി ലിവറായി, കാരണം എൻ്റെ ലിവർ വലുതായി. അപ്പോൾ ശരീരത്തിന് വയറിന് ഉൾക്കൊള്ളാവുന്ന ഒരു സ്പേസ് ഇല്ലാത്തത് കൊണ്ട് അത് വീണ്ടും വയറ് വീർക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഫുഡിൻ്റെ നെഗ്ലക്റ്റ് കൊണ്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി എന്നുള്ളതാണ്. പിന്നെ അൺറീസണബിൾ റിസെൻമെൻറ്റ്സ്. ഒരു കാര്യമില്ല, എല്ലാവരോടും ദേഷ്യം. മൂത്ത പെങ്ങളോട് ദേഷ്യം, ഇളയ പെങ്ങളോട് ദേഷ്യം, അമ്മയോട് ദേഷ്യം, നാട്ടുകാരോട് മൊത്തം ദേഷ്യം. കാരണം എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരുപാട് ശത്രുപക്ഷത്തെ ആളുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നു. എൻ്റെ കോളേജിലെ പ്രിൻസിപ്പൾ ശത്രു, എല്ലാവരും ശത്രുപക്ഷത്ത് നിർത്തുന്നു, കൂട്ടുകാരെല്ലാം ശത്രുപക്ഷത്ത് നിർത്തുന്ന ഒരു സ്വഭാവം. ഡെലിവറിയും ട്രിമേഴ്സ് ആദ്യ കാലഘട്ടങ്ങളിൽ എനിക്കുണ്ടായിരുന്നു. കാരണം വെച്ചാൽ നിങ്ങൾക്കറിയാം, DTs, അതായത് മദ്യം കഴിക്കുമ്പോഴുണ്ടാകുന്ന ചില വിത്ഡ്രോവലുകൾ. അത് തലവേദനയായിരിക്കാം, ശരീരം മുഴുവൻ വേദനയായിരിക്കാം, പനിയായിരിക്കാം, പല അതെനിക്ക് ഉണ്ടാകുമായിരുന്നു. പക്ഷേ അതെല്ലാം ഞാൻ പലപ്പോഴും അവഗണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിനോടൊപ്പം ഏർലി മോർണിംഗ് ഡ്രിങ്ക്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അതെൻ്റെ ഒരു ബന്ധു തന്നെ, നമ്മുടെ എപ്പോഴും കൂട്ടത്തിലുണ്ടാകുന്ന ഒരാൾ തന്നെ, നിങ്ങൾ രാവിലെ കുടിച്ചാൽ നല്ലതാണെന്ന് എനിക്കൊരു ഗൈഡ് ലൈൻസ് തന്നു. ഉടനെ തന്നെ ഞാൻ രാവിലെ കുടിക്കാൻ തുടങ്ങി. ആ ഡ്രിങ്ക് എന്നെ വല്ലാത്ത രീതിയിൽ കുടിപ്പിക്കുകയും എൻ്റെ ആൽക്കഹോൾ ടോളറൻസ് കുറയുകയും ചെയ്തു. അതായത് ഡിക്രീസ് ഇൻ ആൽക്കഹോൾ ടോളറൻസ് എന്ന് പറഞ്ഞാൽ ആദ്യ കാലഘട്ടത്തിൽ ടോളറൻസ് ലെവൽ കൂടുതലായിരുന്നു, കൂടുതൽ മദ്യം വേണമായിരുന്നു പെട്ടെന്ന് പൂസാകാൻ. പക്ഷേ എൻ്റെ ആൽക്കഹോൾ ടോളറൻസ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 2 അടിക്കുമ്പോഴത്തേക്കും ഞാൻ പൂസാവും, 1 അടിക്കുമ്പോഴത്തേക്കും പൂസാവും. ആളുകൾ ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾക്ക് എന്ത് പറ്റി, എൻ്റെ കപ്പാസിറ്റി മുഴുവൻ പോയല്ലോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആദ്യമൊക്കെ കപ്പാസിറ്റി ഉണ്ട്, വല്ലാത്ത സിറ്റിയാണ് നീ എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ ഈ പറയുന്ന എന്നെ കണ്ട്, നിനക്കിപ്പോൾ നിൻ്റെ കൂടെ കുടിക്കാൻ കൊള്ളത്തില്ല, 2 അടിക്കുമ്പോഴത്തേക്ക് നീ പൂസാവുകയാണ്, ഞങ്ങൾക്ക് ചുമക്കാൻ പറ്റിയല്ല. അപ്പോൾ ഞാൻ ഓർക്കണ്ട, എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ ഈ പുഴയിലൊക്കെ കൊണ്ട് കുളിപ്പിച്ചിട്ട് റെഡിയാക്കി വീട്ടിൽ കൊണ്ട് വിടുന്നതും ഇതൊക്കെ ഞാൻ ഓർക്കുന്നത്. അങ്ങനെ എൻ്റെ ഈ ടോളറൻസ് ലെവൽ കുറഞ്ഞുകൊണ്ടിരുന്നു. ധാർമ്മികമായ അധപ്പതനം അല്ലെങ്കിൽ മോറൽ ഡിറ്ററിയറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധാർമ്മികമായ ഒരു അധപ്പതനമാണ്. അതായത് ഞാൻ നുണ പറയാൻ തുടങ്ങി, മറ്റുള്ളവരെ പറ്റി കുറ്റം പറയാൻ തുടങ്ങി, ഞാൻ ചിലപ്പോൾ ഫോൺ വിളിച്ചിട്ട് മറ്റുള്ളവരോട് മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങി, തെറിയൊക്കെ പറയാൻ തുടങ്ങി, ബാഡ് വേർഡുകൾ യൂസ് ചെയ്യാൻ തുടങ്ങി, ഞാൻ പറ്റിക്കാൻ തുടങ്ങി, ഞാൻ പണം കടം മേടിച്ചാൽ കൊടുക്കാതായി തുടങ്ങി, ലോൺ എടുക്കാൻ തുടങ്ങി, ആരെങ്കിലും പണം തരുമെന്ന് പറഞ്ഞാൽ അവരോട് ഓക്കെ എന്ന് പറഞ്ഞ് അവരുടെ നിന്ന് പൈസ കടം മേടിക്കാൻ തുടങ്ങി. അങ്ങനെ
മൊത്തത്തിൽ എൻ്റെ ധാർമ്മിക നിലവാരം അതിപ്പോൾ എങ്ങനെയാണ് അത് ദൈവികതമായിട്ട് നിങ്ങൾ ഉപയോഗിക്കണോ മറ്റോ അതൊക്കെ എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഒരു സ്പിരിച്വൽ ആസ്പെക്റ്റിലാണ് ചിന്തിക്കുക. അപ്പോൾ എൻ്റെ ഒരു ധാർമ്മിക നിലവാരത്തിന് മോശമായി തുടങ്ങി. അതോടൊപ്പം തന്നെയാണ് ഇമ്പയർഡ് തിങ്കിങ്. എൻ്റെ ചിന്താഗതികൾക്ക് വളരെ ചെറിയ മോശം വന്നു തുടങ്ങി. അതായത് ഇനി എന്തിന് ഞാൻ ജീവിക്കണം, ഇനി ഞാൻ എന്തിന് ജീവിച്ചുകൊണ്ട് കാര്യമില്ല, ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും കൊണ്ട് എനിക്ക് നിരാശ വരാൻ തുടങ്ങി. എനിക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നി. ബാംഗ്ലൂർ താമസിക്കുന്ന ഫ്ലാറ്റിൽ നിന്നെടുത്ത് ചാടുകയോ എൻ്റെ വാഹനങ്ങൾ എവിടെയെങ്കിലും കൊണ്ടിടിക്കുകയോ അങ്ങനെ പല പല ആശയങ്ങളും എൻ്റെ മനസ്സിൽ വന്നു തുടങ്ങി. അപ്പോൾ എൻ്റെ ചിന്തകളെ മാറ്റി തുടങ്ങി. അടുത്തതായിട്ട് എനിക്ക് സംഭവിച്ചത് ഡ്രിങ്കിങ് വിത്ത് ക്രോണിക് യൂസേഴ്സ് എന്നാണ്. അതായത് സാധാരണ മട്ടിൽ കുടിച്ചിരുന്ന ഞാൻ ആദ്യകാലഘട്ടങ്ങളിൽ വളരെ മിതമായിട്ട് കൂട്ടുകാരോടൊപ്പം രസത്തിന് കുടിച്ചിരുന്ന ഞാൻ ക്രോണിക് യൂസേഴ്സുമായിട്ട് ഡ്രിങ്കിങ് ചെയ്യുന്നത്. അതായത് എന്നെക്കാളും അധികം കുടിക്കുന്നവരുമായിട്ട്, ഇപ്പോൾ ഞാൻ ഒരെണ്ണം അടിക്കുമ്പോൾ രണ്ടെണ്ണം അടിക്കുന്നവരുമായിട്ട് കുടിക്കാൻ തുടങ്ങി. നോർമൽ ഡ്രിങ്കേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ ഡ്രിങ്കേഴ്സിനെ ഞാൻ അവോയ്ഡ് ചെയ്തു. അവരുമായിട്ട് കുടിക്കാൻ പോയി കഴിഞ്ഞാൽ, കാരണം അവരൊരു പെഗ് എടുത്ത് വെച്ചിട്ട്, ഇപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ കോളേജിലെ ഡയറക്ടർ ഒരു പെഗ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ 5 മണിക്കൂറൊക്കെ ആ പെഗ്ഗിൻ്റെ മുമ്പിൽ ഇങ്ങനെ സിപ്പ് ചെയ്ത് അയാൾ കുടിക്കുന്നുണ്ടോയെന്ന് പോലും. പക്ഷേ അതേസമയം ഞാൻ ആ സമയം കൊണ്ട് 1.5 ഫുള്ളൊക്കെ അടിച്ചു കയറ്റുന്ന അവസാന കാലഘട്ടത്തിലെ കുടിയിൽ അങ്ങനെ അടിച്ചു കയറ്റുന്ന ഒരു ക്രോണിക് ആൽക്കഹോളിക്കായിട്ട് ഞാൻ മാറിത്തുടങ്ങി. പിന്നീട് അടുത്തത് ഡിഫൈനബിൾ ഫിയേഴ്സാണ്. ഭയം. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. എനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഭയമുണ്ട്, മരിക്കുമോ എന്നുള്ള ഭയമുണ്ട്, ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുമ്പോഴും മരിക്കുമോ എന്നുള്ള പേടി, പിന്നെ മക്കളെ ഓർക്കുമ്പോഴുണ്ടാകുന്ന മൂത്ത മോനുള്ള അന്നേരം ഉണ്ടാകുന്ന ആകുലത, മറ്റ് പല ഭയങ്ങളും, സാമ്പത്തിക തകരുമോ, ജോലി നഷ്ടപ്പെടുമോ. അപ്പോൾ പലപ്പോഴും ഇൻഡെഫൈനബിളാണ് ഫിയേഴ്സ്. നമുക്കറിയാം ആൽക്കഹോളിക് ആയിട്ടുള്ള ഓരോരുത്തർക്കും അത് ഉണ്ടാവാറുണ്ട്. ഭാര്യ പിരിഞ്ഞു പോകുമോ, ഭാര്യ വരുമോ, ഇനി വരാതിരിക്കുമോ, ഇനിയിപ്പോൾ ഏതെങ്കിലും പിരിഞ്ഞു പോയിട്ടുള്ള ഭാര്യമാരുണ്ടെങ്കിൽ അവർ എൻ്റെ ജീവിതത്തിലേക്ക് വരാതിരിക്കുമോ, അങ്ങനെ അൺഡിഫൈനബിൾ, ഒരു വ്യക്തമായിട്ട് പ്രവചിക്കാൻ അല്ലെങ്കിൽ നിർവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭയം. ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അനേബിൾ ടു ഇനിഷ്യേറ്റ് ആക്ഷൻ, ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റാത്ത കഴിവില്ലായ്മ. എന്തെങ്കിലും ഒരു പ്രവൃത്തി, പണ്ടൊക്കെ ആണെങ്കിൽ പല ബിസിനസ് ചെയ്യുകയും പല കാര്യങ്ങൾ ചെയ്യുകയും ഓടുകയും ചാടുകയും കോളേജിൽ 10,000 കുട്ടികളെ നിയന്ത്രിക്കുകയും ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന പദവിയിൽ ഇരുന്നുകൊണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിരുന്ന ആൾ പിന്നീട് പെട്ടെന്ന് രണ്ടാമത്തെ കുടിയിലേക്ക് വീണപ്പോൾ ആ ആക്ഷൻസൊക്കെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇതേ സമയം തന്നെ ഒബ്സഷൻ ഓഫ് ഡ്രിങ്കിങ്. എനിക്ക് വീണ്ടും കുടിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഈ ഒഴിയബാധ എന്നിൽ നിന്ന് മാറുന്നില്ല, മനസ്സിൽ നിന്ന് വിട്ടുപോകാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച്, മദ്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേരുന്നു. പല കാര്യങ്ങളും സ്പിരിച്വൽ ഡിസൈഴ്സായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ ആ ആത്മീയതയ്ക്കൊന്നും വലിയ വ്യക്തത ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അത് ഒരു തുമ്പുമില്ലാത്ത പല കാര്യങ്ങളും സംസാരിച്ച് കൊണ്ടിരുന്നു. ഇവിടെ വെച്ച് കംപ്ലീറ്റഡ് ഡിഫീറ്റ് അഡ്മിറ്റഡ്. അപ്പോൾ ഈ ജെല്ലുനി കർവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ നിന്ന് താഴേക്ക് തുടങ്ങുന്ന ആ കർവിൻ്റെ അവസാന ഭാഗത്തെത്തുമ്പോഴാണ് ഷിബു എന്ന് പറയുന്ന ഞാൻ എൻ്റെ തോൽവി സമ്മതിക്കുകയും ഓൾ അലീബീസ് അസോസിയേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റകൃത്യം നടന്ന സമയത്ത് ഞാൻ പ്രതി അവിടെ ഉണ്ടായിരുന്നില്ല, വേറൊരു സ്ഥലത്തായിരുന്നു എന്നുള്ള വാദം നടത്തുന്ന ആളെയാണ് അലീബീസ് എന്ന് പറയുന്നത്. അപ്പോൾ പല ഒഴിവുകൾ പറയുന്ന, അല്ലെങ്കിൽ ഞാൻ കുറ്റം ചെയ്തവനല്ല എന്ന് പറയുന്ന വാദത്തിൽ നിന്ന് ഞാൻ കംപ്ലീറ്റ് ഡിഫീറ്റ് അഡ്മിറ്റഡ്, എൻ്റെ തോൽവി പൂർണ്ണമായും സമ്മതിച്ചുകൊണ്ട് ഞാൻ റിക്കവറി സെക്ഷനിലേക്ക് കയറാൻ തുടങ്ങി. പക്ഷേ ഈ പറയുന്ന ക്രോണിക് ഫേസിൽ, അതായത് ആദ്യം ക്രൂഷ്യൽ ഫേസാണ്, തമാശയ്ക്കായി തുടങ്ങിയ മദ്യപാനം ഒരു ക്രോണിക് ഫേസിലേക്ക് എത്തിച്ചേരുമ്പോൾ ആ ഒരു സർക്കിളിൽ തന്നെ കറങ്ങി നിൽക്കാതെ ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് ചാടി അടുത്ത സ്റ്റേജിട്ടായിട്ടുള്ള, അല്ലെങ്കിൽ ഒബ്സസീവ് ഡ്രിങ്കിങ് കണ്ടിന്യൂസ് ഇൻ വിഷ്യസ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു വട്ടത്തിനുള്ളിൽ കടന്ന് കറങ്ങാതെ, അതിൻ്റെ താഴെ ഒരു സർക്കിൾ കാണിച്ചിട്ടുണ്ട്, ആ സർക്കിളിൽ കറങ്ങാതെ റൈറ്റ് സൈഡിലേക്കുള്ള മുകളിലേക്ക് കയറാനുള്ള ഒരു ശ്രമം നടത്തുന്നു. അതിനെയാണ് ഹോണസ്റ്റ് ഡിസയർ ഫോർ ഹെൽപ്പ് എന്നോ ഹോണസ്റ്റ് ഡിസയർ ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ് എന്നോ പറയാൻ പറ്റുന്നത്. എനിക്ക് ഒരു സത്യസന്ധമായ ഒരു ആഗ്രഹം എന്നിലുണ്ടാക്കിയിരുന്നു. ഇതിനെന്നെ സഹായിച്ചത് ഒരു ചികിത്സാ കേന്ദ്രമാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ റീഹാബിലിറ്റേഷൻ, എൻ്റെ പഴയ ശീലത്തെ പുതുക്കുന്നതിന് എന്നെ സഹായിച്ചത്
റീഹാബിലിറ്റേഷനിൽ നിന്നാണ്. അവിടെ ഹോണസ്റ്റ് ഡിസയർ ഫോർ ഹെൽപ്പ് വന്നു. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എൻ്റെ ചികിത്സാ കേന്ദ്രത്തിൽ നിന്ന് സെബി എന്ന് പറയുന്ന ഇപ്പോൾ അമേരിക്കയിലുള്ള എൻ്റെ സുഹൃത്തായിട്ടുള്ള ആൽക്കഹോളിസം അനോണിമസിലെ മെമ്പർ എന്നെ AA മീറ്റിങ്ങിൽ എത്തിക്കുന്നു. അവിടെ വെച്ചിട്ട് ആൽക്കഹോളിസം മദ്യാസക്ത ഒരു രോഗമാണെന്ന് മനസ്സിലാകുന്നു. ഞാൻ അതിനുശേഷം ലേൺസ് ആൽക്കഹോളിസം ഈസ് ആൻ ഇൽനെസ്, എൻ്റെ മദ്യാസക്തി ഒരു രോഗമാണെന്ന് മനസ്സിലാക്കുകയും ഈ രോഗം സ്ഥിരമാണ്, സ്ഥായിയാണെന്ന് മനസ്സിലാക്കുകയും എൻ്റെ അഡിക്ഷൻ ക്യാൻ ബി അറസ്റ്റഡ്, ഒരു ദിവസത്തേക്ക് മാത്രമേ അറസ്റ്റ് ചെയ്യാനുള്ള കഴിവുള്ളൂ എന്നും മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഫോർമൽ അഡിക്ട്സിനെ അല്ലെങ്കിൽ മറ്റ് മദ്യാസക്തരെ കണ്ടുമുട്ടാനും അവരുമായിട്ട് സന്തോഷകരമായിട്ടുള്ള ജീവിതം പങ്കുവയ്ക്കാനും തുടങ്ങി. എൻ്റെ നാട്ടിലുള്ള രാധാകൃഷ്ണൻ ചേട്ടനൊക്കെ എൻ്റെ വീട്ടിൽ വരും. ഞങ്ങളൊരു കട്ടൻ ചായയൊക്കെ കുടിക്കും, അടുത്ത മീറ്റിങ്ങിന് പോകും. അന്നൊക്കെ മീറ്റിങ്ങുകൾ കുറവായതുകൊണ്ട് 2009 കാലഘട്ടങ്ങളിൽ മീറ്റിംഗ് കുറവായതുകൊണ്ട് ഞങ്ങൾ പല ഏയക്കാരുടെ വീട്ടിലൊക്കെ പോയിരുന്ന് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറയും. ഏയക്കാരുമായിട്ട് കാറൊക്കെ എടുത്ത് പല ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ സന്ദർശിക്കാൻ തുടങ്ങി. അതിലും വലിയ കാര്യം സ്റ്റോപ്പ് സ്റ്റോക്കിംഗ് ആൽക്കഹോൾ, മദ്യത്തെക്കുറിച്ച് സംസാരിക്കാതെയായി റിക്കവറിയെക്കുറിച്ച് സംസാരിക്കുന്ന, പുതിയ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്ന, റൈറ്റ് തിങ്കിങ് ബിഗിൻസ്, നല്ലൊരു ചിന്തകൾ തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ മദ്യത്തെക്കുറിച്ച് കാണുകയോ അല്ലെങ്കിൽ മദ്യഷാപ്പിലേക്ക് പോകാതെ ആവുകയായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് 4 വർഷം ഞാൻ കൂടി നിർത്തിയിട്ടുണ്ട്. AIയിൽ വരുന്നതിന് മുമ്പ് എൻ്റെ ഡോക്ടർ എൻ്റെ ചെസ്റ്റിൽ നിന്ന് വെള്ളം കുത്തിയെടുത്ത് എന്നോട് കൂടി നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിർത്തിയിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ ഞാൻ ചെയ്തിരുന്നത് മദ്യഷാപ്പിലേക്ക് പോവുകയും മദ്യത്തെക്കുറിച്ച് പഠിക്കുകയും ചിന്തിക്കുകയും വിളമ്പുകയൊക്കെ ചെയ്തിരുന്ന എനിക്ക് AIയിൽ വന്നതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് ടോക്കിംഗ് പറയുക, തിങ്കിങ് ചിന്തിക്കുക, അതിൽ ആ പ്ലേസിൽ പോവുക, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പോവാതെയായി. അങ്ങനെ എൻ്റെ ചിന്തകളെ ഞാൻ നല്ല രീതിയിൽ തുടക്കം കുറിച്ചു. നല്ല സുഹൃത്ത് ബന്ധങ്ങളുണ്ടാക്കി. എൻ്റെ പേഴ്സണലായിട്ട് ഒരുപാട് സുഹൃത്തുക്കളെ എനിക്ക് ഉണ്ടാക്കിയെടുത്തു. അത് കുറഞ്ഞ ഇപ്പോൾ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ മൊത്തത്തിൽ ഒരു 16,000 AA മെമ്പേഴ്സിൻ്റെ നമ്പറുകളെങ്കിലും എൻ്റെ ഫോണിലുണ്ടാവും. അപ്പോൾ അത് ഇത്രയും കുറേ കാലമൊക്കെ 10-14 വർഷം കൊണ്ടുണ്ടായതാണെങ്കിലും ആദ്യ കാലഘട്ടത്തിലാണെങ്കിൽ പോലും ഒരാളുടെ നമ്പർ കിട്ടുമ്പോൾ അതിനകത്ത് സേവ് ചെയ്യാമായിരുന്നു. അതിന് മുമ്പ് ഞാൻ ആരുടെയും നമ്പർ സേവ് ചെയ്യില്ലായിരുന്നു. അതിന് കാരണം ഞാൻ കുടിച്ച് കഴിയുമ്പോൾ അവരെ വിളിച്ച് ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ AIയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവരുടെ എൻ്റെ ഒരു സുഹൃത്ത് ബന്ധം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അവരെ ബന്ധപ്പെടാൻ തുടങ്ങി. പിന്നെ എൻ്റെ ധാർമ്മികമായ നിലവാരം ഉയർത്തുക എന്നുള്ള സ്പിരിച്വൽ ആസ്പെക്റ്റിനെ ഞാൻ വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ഞാൻ ചാടി പള്ളി പോയിരുന്നില്ല. കാരണം പണ്ടൊക്കെ പള്ളിയിൽ പോയി ഒരുപാട് നാടകം കളിച്ചിട്ടായതുകൊണ്ട് ഞാൻ ചാടി പള്ളി പോകുന്നതിന് പകരം ഞാൻ ഈ ആൽക്കഹോളിക്കായിട്ടുള്ള ആളുകളെ ബന്ധപ്പെടാനും ചില റീഹാബിലിറ്റേഷൻ സെൻ്ററുകളൊക്കെ സന്ദർശിക്കാനും അവർക്ക് AIയുടെ സന്ദേശം കൊടുക്കാനും ചില AI ഗ്രൂപ്പുകളൊക്കെ നാടുകളിലൊക്കെ രൂപീകരിക്കാനും അതിനുശേഷം ഞാൻ UK പോയപ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഒരു 3-4 മാസം കൊണ്ട് UK പോയി. അവിടെ പോയപ്പോൾ അവിടെ ഈ സർവീസിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ, അതായത് ആ ഗ്രൂപ്പിൽ ഞാൻ 1954 മുതൽ തുടങ്ങിയൊരു ഗ്രൂപ്പാണ്. എൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കാനും ആ ഗ്രൂപ്പ് തുറക്കാനും അടയ്ക്കാനും ക്ലീൻ ചെയ്യാനും ഒക്കെ തുടങ്ങുകയൊക്കെ ചെയ്ത് എനിക്കൊരു ഡോക്ടറെ കണ്ടുകൊണ്ട് എനിക്ക് ആവശ്യമായിട്ടുള്ള ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ടെസ്റ്റുകളും ചെയ്തു. അപ്പോൾ എൻ്റെ ആദ്യ കാലഘട്ടത്തിൽ എൻ്റെ ഡോക്ടർ പറഞ്ഞ് ചില വിറ്റാമിൻ ഗുളികകൾ കഴിക്കണമെന്ന്, അത് കഴിച്ചു. എനിക്ക് സ്കാൻ ചെയ്തു, എൻ്റെ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കി. അതെല്ലാം നോക്കി ഞാൻ ഓവറോൾ ഓക്കെ ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയും അത് ഇയർലി ചെയ്യണമെന്ന് ആ ഡോക്ടർ എന്നെ സജസ്റ്റ് ചെയ്തു. അതുകൊണ്ട് എല്ലാ വർഷവും ഒരു ജനറൽ ചെക്കപ്പിന് ഞാൻ വിധേയമാവുകയും ചെയ്യും. അപ്പോൾ പിന്നെ സ്റ്റാർട്ട് ഓഫ് ഗ്രൂപ്പ് തെറാപ്പി, അതായത് ആൽക്കഹോളിസം അനോണിമസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് തെറാപ്പിയാണ്. അപ്പോൾ എൻ്റെ ആ ഗ്രൂപ്പിൻ്റെയോട് ചേർന്ന് നിന്നു. അവിടെ സമയത്തെ മീറ്റിങ്ങിന് ചെല്ലുക, 5 മിനിറ്റ് മുമ്പ് മീറ്റിങ്ങിന് ചെല്ലുക, മീറ്റിംഗ് കഴിഞ്ഞ് 5 മിനിറ്റ് അവരോടൊപ്പം വർത്തമാനം പറയുക, മീറ്റിങ്ങിനിടയിൽ ഒരു ചായ കുടിക്കുക. അങ്ങനെ ഒരു സുഹൃത്ത് ബന്ധം ഞാൻ വളർത്തിയെടുത്തു. ഞാൻ എന്നെ തന്നെ അപ്രീസിയേഷൻ ചെയ്യാൻ തുടങ്ങി. ഓരോ ദിവസം കഴിയും തോറും 10 ദിവസം കഴിയുമ്പോൾ, 20 ദിവസം കഴിയുമ്പോൾ, 30 ദിവസം കഴിയുമ്പോൾ, 60 ദിവസം കഴിയുമ്പോഴൊക്കെ ഞാൻ എൻ്റെ സെൽഫ് അപ്രീസിയേഷൻ, മറ്റുള്ളവർ എന്നെ അപ്രീസിയേഷൻ ചെയ്യുന്നതിനെ വെയിറ്റ് ചെയ്ത് നിൽക്കാറില്ല. കാരണം എനിക്ക് മനസ്സിലായി. കാരണം എനിക്ക് ഒരു അനുഭവം ഉണ്ടായി. കുറച്ച് മീറ്റിങ്ങുകൾ കൂടി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പോൾ വാതിൽ തുറന്നപ്പോൾ എൻ്റെ വൈഫ് ആദ്യം ചോദിച്ചത്, എന്നെ കണ്ണ് എന്നെ ചുവന്നിരിക്കണം എന്നും പറഞ്ഞിട്ട് ഒരു മൂളി. അവൾ ചിരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞതെങ്കിലും എന്നെ വല്ലാതെ അത് ഹർട്ട് ചെയ്തു. കാരണം 2-3 മീറ്റിംഗ് കൂടിയിട്ടാണ് അന്ന് ചെന്നിരിക്കുന്നത്. അപ്പോൾ സെൽഫ് അപ്രീസിയേഷൻ അല്ലാതെ മറ്റൊരു അപ്രീസിയേഷൻ കിട്ടുകയില്ല എന്നുള്ള ഒരു ചിന്ത എനിക്ക് അതോടുകൂടി എൻ്റെ മനസ്സിൽ കടന്നു വന്നു. നാളെക്കുറിച്ചുള്ള ആകുലത മാറ്റിവെച്ച് നാളെ എന്ത് സംഭവിക്കും, എനിക്ക് ജോലി കിട്ടുമോ, എൻ്റെ ആരോഗ്യം എന്താവും,
അതിനെക്കുറിച്ചുള്ള ആകുലതകൾ കുറച്ചുകൊണ്ട് അതിന് പ്രധാനമായിട്ട് ഞാൻ ചെയ്ത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ പറയുന്ന ആൽക്കഹോളിക്കിൻ്റെ ജീവിതത്തിൽ ഈ പറയുന്ന എയെ പറ്റി സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറാവുകയും ചെയ്തപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ വളരെയധികം കുറയുന്നതായി തോന്നി. അപ്പോൾ ഡിമിനിഷിങ് ഫിയർ ഓഫ് ദി അൺനോൺ ഫ്യൂച്ചർ. പുതിയ ജീവിതത്തിലെ പുതിയ വഴികളെക്കുറിച്ചുള്ള സാധ്യതകൾ എന്നെ വല്ലാതെ സന്തോഷവാനാക്കി. പലപ്പോഴും നല്ല ആരോഗ്യമുള്ള ഫുഡൊക്കെ എടുക്കാനായിട്ട് ശ്രമിച്ചു. എനിക്കൊരു സെൽഫ് എസ്റ്റീം തിരിച്ചു വന്നു. എൻ്റെ ചിന്തകൾക്ക് ഒരു യാഥാർത്ഥ്യങ്ങളുണ്ടായി. അതായത് പണ്ട് കുടിച്ചുകൊണ്ടിരുന്ന ചിന്തകളായിരുന്നില്ല പിന്നീട് എനിക്ക് വന്നത്. നല്ല രീതിയിലുള്ള ചിന്തകൾ കടന്നു വന്നു. ഭാവിയെക്കുറിച്ചുള്ള ഈ പറയുന്ന ഭയത്തെ മാറ്റിവെച്ചപ്പോൾ തന്നെ എനിക്ക് പലപ്പോഴും എസ്കേപ്പ്, പല ആഗ്രഹങ്ങളിൽ നിന്നുള്ള എസ്കേപ്പ് മാറിപ്പോയി. കാരണം എൻ്റെ ആഗ്രഹങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കിതിൽ നിന്ന് മനസ്സിലായി. എൻ്റെ ഫാമിലിയിലെ ആവശ്യങ്ങൾ, കുടുംബത്തിലെ ആവശ്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിറവേറ്റാനായി തുടങ്ങി. എൻ്റെ കൂട്ടുകാരും പലപ്പോഴും ബന്ധുക്കളുമൊക്കെ എൻ്റെ എഫേർട്ടിന് അപ്രിസിയേഷൻ ചെയ്തില്ലെങ്കിൽ പോലും ഞാൻ ഈ പറയുന്ന കൂട്ടായ്മയിൽ തുടർച്ചയായിട്ട് പോകാൻ തുടങ്ങി. എനിക്ക് ഒരു സ്റ്റേബിൾ ഫ്രണ്ട്സ്, ഒരു അതായത് സ്ഥായിയായിട്ടുള്ള ഒരു കൂട്ടുകാർ ഉണ്ടായി. അത് ഓരോ കാലഘട്ടങ്ങളിൽ പല പല കൂട്ടുകാരാണെങ്കിൽ പോലും ഈ പറയുന്ന റിക്കവറിയിലുള്ള ഒരുപാട് കൂട്ടുകാരുടെ ഒരു സർക്കിള് എനിക്കുണ്ടായി. പല പല പുതിയ ആശയങ്ങളും ആഗ്രഹങ്ങളും വർദ്ധിച്ചു വന്നു. പിന്നെ എൻ്റെ സത്യസന്ധമായിട്ടുള്ള ധൈര്യപൂർവ്വം പല കാര്യങ്ങളെ ഞാൻ ഫേസ് ചെയ്തു. പ്രത്യേകിച്ച് ആദ്യ കാലഘട്ടത്തിലുണ്ടായ എൻ്റെ ജോലി, എനിക്ക് എൻ്റെ കൗൺസിലർ പറഞ്ഞ ജോലി നീ കളയുന്നതാകും നല്ലത്. അപ്പോൾ ഞാൻ ആ ധൈര്യപൂർവ്വം ആ ജോലി കളഞ്ഞു. കാരണം ബാംഗ്ലൂരുള്ള ജോലി കൊണ്ട് ഒരു പക്ഷേ ഞാൻ വീണ്ടും കുടിയിലേക്ക് പോവും, എന്നെ നശിപ്പിക്കുമെന്ന് മനസ്സിലായതുകൊണ്ടാകാം ആ നല്ലവനായ കൗൺസിലർ എന്നോട് അത് കളയാൻ പറഞ്ഞത്. പക്ഷേ 2-3 മാസം കൊണ്ട് ഞാൻ എൻ്റെ ഈ റിക്കവറിയിൽ എത്തിയപ്പോൾ തന്നെ എനിക്ക് എൻ്റെ പാസ്പോർട്ട്, കാരണം അന്ന് പാസ്പോർട്ട് എനിക്ക് കിട്ടിയിരുന്നില്ല. ഞാൻ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായതുകൊണ്ട് എൻ്റെ പാസ്പോർട്ട് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ പുതിയ ചിന്തകളൊക്കെ കടന്നു വന്നപ്പോൾ പുതിയ ലൈഫിൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വന്നു. അങ്ങനെ ഞാൻ കൊച്ചിൻ എയർപോർട്ടിൽ പോയി, പാസ്പോർട്ട് ഓഫീസിൽ പോയി. അവിടുത്തെ ഓഫീസറൊക്കെ ഉണ്ട്. എൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നീ ഇങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് കിട്ടും, അപ്പോൾ ആ ജഡ്ജ്മെൻറ്റ് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ എന്നെ ബാറിലുണ്ടായ ഒരു അടിപ്രശ്നത്തിലാണ് ഞാൻ ക്രിമിനൽ കേസിൽ പ്രതിയായത്. അപ്പോൾ ആ ജഡ്ജ്മെൻറ്റ് ഉണ്ടായിരുന്നു, എന്നെ വെറുതെ വിട്ടിരുന്നു. അപ്പോൾ ആ ജഡ്ജ്മെൻറ്റ് കൊണ്ട് കൊടുത്തപ്പോൾ ഉടനെ തന്നെ എനിക്ക് പാസ്പോർട്ട് കിട്ടി. ഞാനിവിടെ പറയാൻ കാരണം ഇങ്ങനെയുള്ള ഫാക്റ്റുകൾ ഞാൻ ധൈര്യപൂർവ്വം ഫേസ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ കുടിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ പല കാര്യങ്ങളും ഞാൻ മറച്ച് വെക്കാനാണ് ശ്രമിച്ചത്. ചില ബാങ്കുകളിലെ ലോൺ എന്നെ വല്ലാതെ കുഴപ്പത്തിലാക്കി. പലപ്പോഴും ഞാൻ എൻ്റെ ഗ്രൂപ്പിലെ വക്കീലിനോടൊക്കെ ഇടയ്ക്ക് ടെൻഷൻ പൂർവ്വം ചോദിക്കും, ലോൺ എടുത്തിട്ടുണ്ട്, അപ്പോൾ എനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. എന്തൊക്കെയാണ് ഇവർ ഈ ചെണ്ട കൂട്ടുകയൊക്കെ ചെയ്യുമല്ലോ, അപ്പോൾ അത് എനിക്ക് പേടിയായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഈ ലോണ് അടയ്ക്കാതെയൊക്കെ വന്നിട്ട് ചെണ്ട കൂട്ടുമെന്നൊക്കെയുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ. പക്ഷേ പിന്നീട് എപ്പോഴും അത് മാറാനായിട്ട് എന്നെ ഈ ഗ്രൂപ്പ് തെറാപ്പി സഹായിച്ചു എന്നുള്ളതാണ്. എൻ്റെ ഇമോഷനെ ഞാൻ കൺട്രോൾ ചെയ്തു തുടങ്ങി. പെട്ടെന്ന് ദേഷ്യപ്പെട്ടിരുന്ന, മറ്റുള്ളവരോട് പെട്ടെന്ന് വൈകാരികമായിട്ട് സംസാരിച്ചിരുന്ന എനിക്ക് അത് കുറയാൻ തുടങ്ങി. അത് ഇമോഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് എനിക്കൊരു വലിയ ശക്തി കിട്ടി. പലപ്പോഴും ചാടി എല്ലാവരോടും വർത്തമാനം പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഇരുന്ന എനിക്ക് അത് വല്ലാത്തൊരു അത്ഭുതമായി തോന്നി. അപ്പോൾ എൻ്റെ എക്കണോമിക് സ്റ്റെബിലിറ്റീനെ, എൻ്റെ UK യിലേക്കുള്ള യാത്ര എൻ്റെ എക്കണോമിക്കായിട്ടുള്ള സാമ്പത്തിക സ്റ്റെബിലിറ്റി നിലനിർത്താൻ സഹായിച്ചു. എൻ്റെ എംപ്ലോയറോടുള്ള വിശ്വസ്തത പാലിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു. പലപ്പോഴും ചില പ്രശ്നങ്ങളൊക്കെ അന്നേരം ഉണ്ടെങ്കിൽ പോലും എൻ്റെ സ്പോൺസർമാർ എന്നെ ചാടി കറക്റ്റായിട്ടുള്ള ഒരു നിലയിലേക്ക് എത്തിക്കാനായിട്ട് സഹായിച്ചു. എൻ്റെ സുബോധാവസ്ഥയിലൊരു സംതൃപ്തി വന്നു തുടങ്ങി, ഒരു സന്തുഷ്ടി. കാരണം എനിക്ക് ഒരു സംതൃപ്തിപരമായൊരവസ്ഥയായിരുന്നു എൻ്റെ സുബോധാവസ്ഥ. കാരണം
കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷത്തേക്കാൾ കൂടുതൽ കുടിക്കാതിരിക്കുമ്പോൾ മറ്റുള്ള ആളുകൾ അല്ലെങ്കിൽ ആൽക്കഹോളിക്കായിട്ട് പുതിയവരൊക്കെ ആയിട്ട്, പ്രത്യേകിച്ച് പുതിയവരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അവനിൽ എന്നെ കാണാൻ, അതായത് ഞാൻ പുതിയ ആളായിട്ട് നമുക്ക് ഷിബു ആണായിരിക്കുന്നത് അല്ലെങ്കിൽ ഷിബുവിൻ്റെ സ്വഭാവമാണ് അവൻ കാണിക്കുന്നതെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഒരു സംതൃപ്തി കിട്ടുവാനായിട്ട് തുടങ്ങി. പേഴ്സണൽ അപ്പിയറൻസിൻ്റെ കെയർ ചെയ്യാൻ തുടങ്ങി. ഞാൻ ആദ്യത്തെ മീറ്റിംഗ് ചെല്ലുമ്പോൾ എല്ലാവരും ഷേവൊക്കെ ചെയ്ത് നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആൽക്കഹോളിസം കഴിഞ്ഞ് ഞാൻ ഈ ഗ്രൂപ്പിലെത്തുമ്പോൾ നന്നായി ഡ്രസ്സപ്പ് ചെയ്യണം. കാരണം പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ അവർ കോട്ടൊക്കെ ഇട്ട് ടൈയൊക്കെ കെട്ടി ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് കൂടുതൽ ടേക്ക് കെയർ ചെയ്യേണ്ടതായിട്ട് വന്നു. റാഷണലൈസേഷൻ റെക്കഗ്നൈസ്ഡ് എന്ന് പറയുന്നത് ശരിക്കും ഒരു യുക്തിവാദിയാകുക എന്നതിനേക്കാൾ അതിന് കൂടുതൽ യോജിക്കുക, കൂടുതൽ വിവേകപൂർവമായിട്ട് ചിന്തിക്കുകയും ഒരു വിവേചന ശക്തിയോടെയും ഒരു യുക്തി വിചാര ശക്തിയായിട്ടൊക്കെ മാറാൻ സാധിച്ചു എന്നുള്ളതാണ് ജെല്ലിനിക് കർവിൽ റാഷണലൈസേഷൻ റെക്കഗ്നൈസ്ഡ് എന്ന ഉപയോഗിക്കുന്നത്. ഗ്രൂപ്പ് തെറാപ്പി ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് കണ്ടിന്യൂ. നമുക്കറിയാം ആൽക്കഹോളിസംസിൻ്റെ ഉള്ളിൽ വന്നതിന് ശേഷം ആ ഗ്രൂപ്പ് തെറാപ്പി ഗ്രൂപ്പിൽ പോകുന്നതും ഒരിക്കൽ പോലും നിർത്തിയിട്ടില്ല. വല്ലപ്പോഴുമൊക്കെ ഗ്രൂപ്പിൽ പോകാതെ ആകുമ്പോൾ സുഹൃത്തുക്കൾ വീട്ടിൽ വന്നിട്ട് എന്താ നീ വരാത്തത് വാടാവേന്നും പറഞ്ഞുകൊണ്ട് വിളിച്ച് കാറി കയറ്റി കൊണ്ടുപോവുകയും, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് ജോലി സ്ഥലത്തൊക്കെ പോകുകയാണെങ്കിൽ വേഗം വാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വിളിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പ് തെറാപ്പിയും അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ ഹെൽപ്പ് കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം തുടരുന്നു. കാരണം ആൽക്കഹോളിസംസിന് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ സുബോധത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നതും എൻ്റെ സുബോധത്തെ വർദ്ധിപ്പിക്കുവാനായിട്ട് എന്നെ സഹായിക്കുന്നു. അപ്പോൾ എയിൽ പറയും, കഴിഞ്ഞ കാലത്ത് നിങ്ങൾ കൂടിയ മീറ്റിങ്ങുകളല്ല നിങ്ങളെ സുബോധനാക്കുന്നത്. ഇന്നലെ നീ മീറ്റിംഗ് കൂടിയോ എന്നുള്ളതല്ല ഷിബുവിനോട് ചോദിക്കുന്നത്. ഇന്ന് ഷിബു മീറ്റിംഗ് കൂടിയോ, ഇന്ന് ഷിബുവിന് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയോ, അതോടൊപ്പം എയുടെ എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ വിളിച്ചോ, ആരെങ്കിലും ഫോൺ വിളിച്ചോ, ഏതെങ്കിലും പുതുമക്കാരനായിട്ട് സംസാരിച്ചോ. ഇതാണ് ആൽക്കഹോളിസംസിലെ പഴമക്കാർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. 2019 കൂടിയോ 2009 കൂടിയോ എന്നൊക്കെ ഉള്ള കണക്കുകളല്ല. അത് കൂടിയിട്ടുണ്ടെങ്കിൽ അന്ന് ആ സുബോധം കിട്ടിയിട്ടുണ്ട്. ഇന്ന് കൂടിയിട്ടില്ലെങ്കിൽ ഇന്ന് സുബോധം കിട്ടിയല്ല. പലപ്പോഴും ഈ 58 ദിവസവും അല്ലെങ്കിൽ 100 ദിവസമൊക്കെ കഴിയുമ്പോൾ ആളുകൾ വീണു പോകുന്നത് പലപ്പോഴും കുടിയിൽ നിന്ന് അകലുകയാണ് എന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ ഓർത്തുകൊണ്ട് പറയണം, ഞാൻ UK പങ്കെടുത്തപ്പോൾ നമ്മുടെ ഒരു പഴമക്കാരനായിട്ടുള്ള ടോം ലെനൻ പറഞ്ഞത്, അന്ന് അദ്ദേഹം 35-40 വർഷം കണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം മദ്യത്തിലേക്ക് അടുക്കുകയാണെന്നാണ്. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അന്ന് 6 മാസക്കാരനായി ഞാൻ ഞെട്ടിപ്പോയി. 40 വർഷമായ അയാൾ മദ്യത്തിലേക്ക് അടുക്കുകയാണെന്ന് പറയുമ്പോൾ 6 മാസക്കാരനായ ഞാൻ എത്രമാത്രം അടുത്തിട്ടുണ്ട്. അപ്പോൾ ടോം ലെനൻ എനിക്ക് പറഞ്ഞു തന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ എല്ലാ ദിവസവും മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ട്. കാരണം എല്ലാ ദിവസവും ഞാൻ പ്രശ്നങ്ങളിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ മടി കൂടാതെ, ചിലപ്പോൾ ഫുട്ബോളായിരിക്കാം, ക്രിക്കറ്റായിരിക്കാം, ഇപ്പോൾ സിനിമയായിരിക്കാം, മറ്റ് വൈഫായിരിക്കാം, ആരെങ്കിലും പല രൂപത്തിൽ ഈ മീറ്റിങ്ങിൽ പോകണ്ട എന്ന് മുടക്കാനായിട്ട് വരുമ്പോഴും ഷിബു എന്ന് പറയുന്ന ആൽക്കഹോളിക്കായിട്ടുള്ള ഞാൻ തീർച്ചയായും മീറ്റിങ്ങിൽ പോകേണ്ടതുണ്ട്. കാരണം ഇന്ന് കുടിക്കാതിരിക്കണമെങ്കിൽ എനിക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും നിങ്ങളെപ്പോലുള്ള എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള റിക്കവറി അംഗങ്ങളുമായിട്ട് ഞാൻ ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. അപ്പോഴെനിക്ക് കിട്ടുന്ന ഒരു വലിയ റോഡാണ്, സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു റോഡാണ് ഇപ്പോഴത്തെ ജീവിതം. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒത്തിരി താല്പര്യത്തോടു കൂടിയാണ് നടക്കുന്നത്. ഈ റോഡിന് നല്ല ഒരു വിശാലമായിട്ട് എല്ലാവരും ഒന്നിച്ച്, ഈ പറയുന്ന ആൽക്കഹോളിക്കിൽ 30 വർഷവും 40 വർഷവും 20 വർഷമൊക്കെ ആയ 18ഉം 10ഉം ഇന്നലെ വന്നവരൊക്കെ ഒന്നിച്ച് ഈ റോഡിലൂടെ സഞ്ചരിക്കുകയാണ്. ഇത് കൂടുതൽ പരിജ്ഞാനമുണ്ടാകുന്ന ഒരു ജീവിത വഴിയാണ്. ഇത് ജീവിതത്തിൽ പല മുന്നേറ്റങ്ങളുണ്ടാകുന്ന വഴിയാണ്. പല ഉന്നതമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന വഴിയാണ്. ഈ വഴിയിലൂടെ നിരന്തരമായിട്ട് എനിക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് എന്നാണ് ജെല്ലിനിക് കർവ് എനിക്ക് പഠിപ്പിച്ചു തന്നത്. കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് ജെല്ലിനിക് കർവിനെ ഒരു കളർഫുൾ രീതിയിൽ അവതരിപ്പിക്കാറുണ്ട്. അതിന് സ്റ്റേജ് 1 പ്രീ ആൽക്കഹോളിക്, അല്ലെങ്കിൽ കുടി തുടങ്ങുന്ന സമയത്തെയാണ് ഇതിന് പ്രീ ആൽക്കഹോളിസം ഫേസ് എന്നാണ് പറയുക. ഒരു ആൽക്കഹോളിക് വെറുതെ ഒരു സോഷ്യൽ ആക്ടിവിറ്റിക്കല്ലാതെ, അല്ലെങ്കിൽ സാമൂഹികമായിട്ട് മറ്റുള്ളവരോട് കൂടിച്ചേർന്ന് കുടിക്കുന്നതിനുപരിയായി സ്വന്തം
മനസ്സിനും ശരീരത്തിനും ഒരാശ്വാസം കിട്ടുമെന്നും സ്ട്രെസ്സിൽ നിന്ന് അല്ലെങ്കിൽ ടെൻഷനിൽ നിന്ന് മോചിപ്പിക്കുമെന്നുള്ള അർത്ഥത്തിൽ ഒരു റിലീഫ് ഡ്രിങ്കിങ്, ഏർലി റിലീഫ് ഡ്രിങ്കിങ് എന്നാണ് ഇതിനെ വിളിക്കുക. അതിനാണ് പ്രീ ആൽക്കഹോളിക് സ്റ്റേജ് 1 എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ആ മഞ്ഞ ലൈൻ വീണ്ടും പുറത്തേക്ക് താഴേക്ക് ഇറങ്ങുന്നുണ്ട്. അതിനാണ് സ്റ്റേജ് 2 പ്രോഡ്രോമൽ അല്ലെങ്കിൽ ഏർലി ആൽക്കഹോളിക് എന്നാണ് പറയുന്നത്. അത് ആദ്യത്തെ സ്റ്റേജിനേക്കാൾ ഇച്ചിരി കൂടി കൂടുതലായിട്ട് ഇയാൾ ചില ഫിസിക്കൽ സയൻസ് ആൻഡ് സിംറ്റംസ്, ശാരീരികമായിട്ടുള്ള ചില ഇത് പുറപ്പെടുവിക്കാൻ തുടങ്ങും. കാര്യം ഒരു ഡ്രിങ്ക് കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം കൂടുതൽ ശ്രമങ്ങളൊക്കെ നടത്തും. പിന്നെ കൺസപ്ഷൻ എസ്കലേറ്റ്, കൂടുതൽ കുടിക്കുന്ന ഒരു രീതിയിലേക്ക് ആദ്യത്തെ കപ്പിൾ ഓഫ് ഡ്രിങ്ക്സിന് ശേഷം, കുറച്ച് മദ്യപാനത്തിന് ശേഷം അത് അവരുടെ മദ്യപാനം അല്ലെങ്കിൽ മദ്യം അവരുടെ ശരീരത്ത് പ്രവർത്തിക്കുന്നത്. അടുത്ത സ്റ്റേജിൻ്റെ വരുമ്പോൾ ഒരു യെല്ലോ കളറിൽ നിന്ന് ഒരു ഓറഞ്ച് നിറത്തിലേക്ക് പോകുന്നുണ്ട്. അതിനെ ക്രൂഷ്യൽ ഫേസ് എന്നാണ് പറയുക. ഈ പോയിന്റിൽ വെച്ച് വ്യക്തിക്ക് അവൻ്റെ കൺട്രോള് നഷ്ടപ്പെടുകയും കൂടുതൽ ഡാമേജുകൾ അദ്ദേഹത്തിന് കുടിച്ചു കഴിയുമ്പോൾ വരികയും ചെയ്യും. പലപ്പോഴും കൂടി നിർത്താൻ ശ്രമിക്കുമ്പോഴെല്ലാം ഒരുപാട് എക്സ്ക്യൂസസുകൾ പറഞ്ഞ് മറ്റുള്ളവരാണ് കുറ്റക്കാർ, മറ്റുള്ളവരുടെ കുഴപ്പം കൊണ്ടാണ് ഞാൻ കുടിക്കുന്നത്, ഭാര്യയുടെ കുഴപ്പം, അമ്മയുടെ കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുടിച്ചിരുന്നത് പോലെ കുടിക്കുന്ന ഒരാളായിട്ട് ഈ ക്രൂഷ്യൽ ഫേസിലെ ആൾ വരും. അടുത്തതാണ് സ്റ്റേജ് 4 ക്രോണിക് ഫേസ്. അന്നേരം ആ കളറ് മാറുന്നുണ്ട്, ഇച്ചിരി കൂടി ഡാർക്ക് ഓറഞ്ചിലേക്ക് വരുന്നുണ്ട്. ഇങ്ങനെ ഒരു സ്റ്റേജിലെത്തിയ ആൾ അദ്ദേഹം എപ്പിസോഡ്സ് ഓഫ് ബിഞ്ച് ഡ്രിങ്കിങ്, അതായത് കുറച്ച് ദിവസം കുടിക്കാതിരിക്കും, പിന്നെയും കുടിക്കും, പിന്നെയും കുറച്ച് ദിവസം കുടിക്കും. അങ്ങനെ ഈ ക്രോണിക് ഫേസിലെത്തിയ ഒരു ഇൻഡിവിജ്വൽ അവരുടെ ഈ പറയുന്ന ബിഞ്ച് ഡ്രിങ്കിങ്ങിൻ്റെ എപ്പിസോഡുകൾ കൂട്ടിക്കൊണ്ടിരിക്കും. പലപ്പോഴും അവരെ അറിയപ്പെടുന്നത് ബെൻഡേഴ്സ് എന്നാണ്. ഈ ബെൻഡേഴ്സ് എന്ന് വിളിക്കുന്നതിന് കാരണം അവർ പലപ്പോഴും വക്രത കാണിക്കുന്നവരാണ്, ചെറിയ ചെരിവ് അല്ലെങ്കിൽ വളഞ്ഞൊടിഞ്ഞ എക്സ്ക്യൂസസുകളൊക്കെ പറയുന്നവരായതുകൊണ്ടാകാം അങ്ങനെ വിളിക്കുന്നത്. അവർക്കുടെ ശരീരവും മനസ്സും ഈ പറയുന്ന സുബോധാവസ്ഥയിലെത്തുക എന്നുള്ള ആ ഒരവസ്ഥയെ ഡിക്ലൈൻ ചെയ്യും. കാരണം അവർക്ക് അവരുടെ ചിന്തകൾ ഇമ്പയർഡാണ്, വൈകല്യം നിറഞ്ഞ ചിന്തകൾ. അതായത് എനിക്ക് കുടിക്കാതിരിക്കാൻ സാധിക്കുമെന്നുള്ള ചിന്ത അവരിലേക്ക് വരാതെയാകുന്നു. അതാണ് ഇവിടെ വൈകല്യം എന്ന് ഉദ്ദേശിക്കുന്നത്. ചിന്തയിലെ വൈകല്യം എന്ന് വെച്ചാൽ മറ്റു വൈകല്യങ്ങളല്ല, ഈ അവരുടെ ചിന്താഗതിയിൽ എനിക്ക് കുടി നിർത്താൻ സാധിക്കുമെന്നുള്ള ഒരാശയം കടന്നു വരാത്തക്ക രീതിയിൽ ബ്ലോക്കായിരിക്കുന്നു. അങ്ങനെ മാനസികമായിട്ടുള്ള ഒരുപാട് എപ്പിസോഡുകൾ കടന്നു പോകുന്ന ഒരു ഫേസിലേക്ക് ഈ ലേറ്റ് ആൽക്കഹോളിക്കിലേക്ക് ക്രോണിക് ഫേസ് ആൽക്കഹോളിക്ക് വരുന്നു. അടുത്ത സ്റ്റേജാണ് റോക്ക് ബോട്ടം. നമുക്ക് മനസ്സിലാവും അടിത്തട്ട്. റോക്ക് ബോട്ടം എന്ന് പറഞ്ഞാൽ ഒരാൾ അടിത്തട്ട് എത്തുക എന്ന് പറഞ്ഞാൽ, ഞാനൊരു ഉദാഹരണം പറയാം. ഒരു കിണർ കുഴിക്കുന്നു. ഒരു കിണർ കുഴിക്കുന്നതിനോട് നമ്മുടെ അടിത്തട്ടിനെ സങ്കല്പിച്ച് കഴിഞ്ഞാൽ, ഞാൻ 2009 ഓഗസ്റ്റ് 15 എയിലെത്തിയപ്പോൾ എൻ്റെ അടിത്തട്ട് തീരുമാനിച്ചു. കാരണം എനിക്ക് വേണ്ടി തീരുമാനിക്കാമായിരുന്നു. എൻ്റെ ഭാര്യ പോയിട്ടില്ല, എൻ്റെ സ്ഥലം പോയിട്ടില്ല, വീട് പോയിട്ടില്ല എന്നോ അല്ലെങ്കിൽ എനിക്ക് മറ്റ് രോഗങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പല തീരുമാനിക്കായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ റോക്ക് ബോട്ടം അവിടെ വെച്ച് തീരുമാനിച്ചു. പക്ഷേ ചില ആളുകൾ പിന്നെയും കുഴിച്ച് താഴത്തേക്ക് ഇറങ്ങും. അന്നേരം ചിലപ്പോൾ ഭാര്യ പിരിഞ്ഞു പോകും, അന്നേരം അവർ പറയും കുഴപ്പമില്ല. ചിലപ്പോൾ ജോലി നഷ്ടപ്പെടും, ചിലപ്പോൾ പോലീസ് കേസ് ഉണ്ടാവും, ചിലപ്പോൾ ജയിലിലാവും. അന്നേരമൊക്കെ പിന്നെയും താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെയാണ് ജെല്ലിനിക് കർവിൽ പറയുന്ന ഈ റോക്ക് ബോട്ടത്തെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അവനവൻ തന്നെയാണ്. എയിൽ കടന്നു വരുന്ന ഓരോരുത്തരും ഞാൻ റോക്ക് ബോട്ടം എത്തി എന്ന് ചിന്തിക്കുന്ന ചിന്താഗതിക്ക് കൂടുതൽ ഊർജം പകരുന്ന ചിന്താഗതികൾ. പലപ്പോഴും നോട്ട് എറ്റ്, നിങ്ങൾക്ക് ഇനിയും ഇതൊന്നും വന്നിട്ടുണ്ടാവില്ല, നിങ്ങളുടെ ഭാര്യ പിരിഞ്ഞു പോയിട്ടുണ്ടാവില്ല, ഒന്നും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പക്ഷേ നിങ്ങൾക്ക് കടന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയേക്കാം എന്നുള്ള ചിന്താഗതി വരുന്നതായിരിക്കും ഈ റോക്ക് ബോട്ടം അംഗീകരിക്കാൻ ഉള്ള കൂടുതൽ എളുപ്പം. അടുത്തതാണ് ഗ്രീൻ ഇതിൽ കാണുന്ന റിക്കവറി ഫേസ്. അപ്പോൾ ജെല്ലിനിക് കർവ് പറയുന്നത് ഈ റോഡ് ടു റിക്കവറി, അതായത് സുബോധാവസ്ഥയിലേക്കുള്ള ഒരു റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഹോണസ്റ്റ് ഡിസൈഡ് ഫോർ ഹെൽപ്പ് എന്നാണ്. മറ്റുള്ളവരുടെ സഹായം ആവശ്യപ്പെടുക. ഇപ്പോൾ ചിലപ്പോൾ അത് റീഹാബ് പ്രോസസ്സ്, ഒരു റീഹാബ് സെൻറ്ററിൽ പോകുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു എയക്കാരനെ വിളിക്കുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ ട്രീറ്റബിളായിട്ടുള്ള ഈ അഡിക്ഷൻ ഡിസീസായി കണ്ടുകൊണ്ട് എവിടെയെങ്കിലും ആശുപത്രി പ്രവേശിക്കുന്നതാകാം. ഇതെല്ലാം തുടങ്ങുന്നത് നമ്മുടെ മദ്യം നമ്മൾ ഉപേക്ഷിക്കുന്നതിലൂടെയാണ്. ക്വിറ്റ് ദ ആൽക്കഹോൾ,
മദ്യം ഉപേക്ഷിക്കുന്നതിലൂടെ തുടങ്ങുന്ന റിക്കവറി ഫേസിനെയാണ് പച്ച നിറത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കാരണം ആൽക്കഹോളിക്സ് അനോണിമസ് അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവയ്ക്കുന്നതിലൂടെ തങ്ങളുടെ പൊതുപ്രശ്നമായ അമിത മദ്യാസക്തി എന്ന രോഗത്തിന് പരിഹാരം കാണാൻ കഴിയുകയും അപ്രകാരം മറ്റുള്ളവരെ അമിത മദ്യാസക്തിയിൽ നിന്ന് മോചിതം സഹായിക്കുകയും ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാരുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ ഇവിടെ അംഗത്വത്തിനുള്ള വേഗ നിബന്ധന മദ്യപാനം നിർത്തണമെന്നുള്ളൊരു ആഗ്രഹം മാത്രം മതി. മറ്റ് ഫീസുകളോ പൈസയോ ഒന്നും അടയ്ക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട, ഒരു വിഭാഗത്തിലും പെടേണ്ട, ഒരു ഗ്രൂപ്പും ഇല്ല, കക്ഷിയില്ല, ഒരു സംഘടനയല്ല ഇതൊരു സ്ഥാപനവുമല്ല. നമ്മൾ പൊതുവായിട്ടുള്ള നമ്മുടെ പ്രശ്നമായ മദ്യാസക്തിയിൽ നിന്ന് മോചനം നേടാനായിട്ട് ശ്രമിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ നമ്മുടെ പവർ പോയിൻറ്റിൽ ഒരു ബ്രീഫ് അബൌട്ട് എന്താണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മുടെ ഏഴ് ചരിത്രമൊക്കെ പറയുമ്പോൾ കുറേയൊക്കെ ഞാൻ പറഞ്ഞതുകൊണ്ട് നമുക്കറിയാം ജൂൺ 10 ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ജനനം. അത് ബിൽ ഡബ്ല്യു എന്ന് പറയുന്ന സ്റ്റോക്ക് ബ്രോക്കർ ഡോക്ടർ ബോബിനെ കാണാൻ പോയ ദിവസത്തിൽ അനുസ്മരിച്ചുകൊണ്ടാണ് ആ ദിവസത്തെ നമ്മൾ ഇതായിട്ട് കണക്കാക്കുന്നത്. പിന്നെ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ബുക്കിൻ്റെ പേര് ബിഗ് ബുക്കാണ്. ഇപ്പോൾ ബിഗ് ബുക്കിൻ്റെ ജനനമൊക്കെ ആരെങ്കിലും സംസാരിക്കുമ്പോൾ അതിനെപ്പറ്റി പറയും. 100 ആൽക്കഹോളിക്കുകളായിട്ടുള്ള 100 അംഗങ്ങൾ മോചനം നേടിയതിന് ശേഷം ലോകം മുഴുവൻ ഇത് പ്രചരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തതാണ് ആൽക്കഹോളിക്സ് അനോണിമസിലെ ബുക്കുകൾ. നമുക്കറിയാവുന്ന പോലെ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ബുക്കിൽ 1939 ജനനം എടുത്തതിന് ശേഷം അനേകം അനോണിമസ് പ്രോഗ്രാമുകൾ, ഏകദേശം 200ഓളം അനോണിമസ് പ്രോഗ്രാമുകൾ നമ്മുടെ ബുക്ക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. നാർക്കോട്ടിക്സ് അനോണിമസ്, സെക്സോളിക് അനോണിമസ്, നിക്കോട്ടിക് അനോണിമസും തുടങ്ങി പല ഓവറേറ്റിംഗ് അനോണിമസ് തുടങ്ങി ഒരുപാട് അനോണിമസ് പ്രോഗ്രാമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഈ പറയുന്ന തത്വങ്ങൾ പലപ്പോഴും നമുക്കൊരുപാട് സഹായകമാണ്. ഡോക്ടർ സിൽക്ക്വർത്തിൻ്റെ ഡോക്ടേഴ്സ് ഒപ്പീനിയൻ്റെ ആദ്യത്തെ പ്രിൻ്റ്, അതായത് 1939 അടങ്ങിയ ബിഗ് ബുക്കിൻ്റെ ആദ്യത്തെ എഡിഷനിൽ സിൽക്ക്വർത്തിൻ്റെ പേര് കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഡോക്ടർ സിൽക്ക്വർത്തിൻ്റെ പേര് കൊടുക്കാതിരുന്നത് എന്ന് നമുക്കറിയാം. അന്നത്തെ കാലത്ത് ആൽക്കഹോളിസം ഒരു ഡിസീസാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ പൊതുവേദികളിൽ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിൽ ജ്ഞാനമുള്ള ഒരു ഡോക്ടർ അങ്ങനെ പറയുമ്പോൾ പൊതുവേദിയിലുണ്ടാകാനുള്ള എതിർപ്പ് ഭയന്നിട്ടാണ് ഡോക്ടർ സിൽക്ക്വർത്ത് ആദ്യമേ പേര് കൊടുക്കാണ്ടിരുന്നത്. പക്ഷേ പിന്നീട് പലപ്പോഴും രോഗം ആൽക്കഹോളിസം ഒരു ഡിസീസായിട്ട് അംഗീകരിക്കുകയും വൈദ്യശാസ്ത്രമൊക്കെ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം അദ്ദേഹം തൻ്റെ കുടുംബത്തിൻ്റെ അനുവാദത്തോടു കൂടി ബിഗ് ബുക്ക് ആൽക്കഹോളിക്സ് അനോണിമസ് പേര് കൊടുക്കുകയാണ് ചെയ്തത്. ബിഗ് ബുക്കിൽ പേര് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊരു അവയർനെസ്സിന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നൂറ്റാണ്ടുകളായിട്ട് കുടിച്ചിരുന്ന മനുഷ്യൻ്റെ പ്രശ്നത്തെ കണ്ടുപിടിച്ചത് നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസ് ആണ് എന്ന് പറയേണ്ടി വരും. ബിൽ ഡബ്ല്യുവും ഡോക്ടർ ബോബുമാണ് ആദ്യമായിട്ട് സോബറായ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ തത്വങ്ങളനുസരിച്ച് സോബറായ 2 AA അംഗങ്ങൾ. പിന്നീട് 100 പേരും പിന്നീട് അവരിൽ നിന്ന് ഞാനുൾപ്പെടെ നിങ്ങളുൾപ്പെടെയുള്ള ആളുകളിലേക്ക് ഇത് എത്തിച്ചേരുകയാണ് ചെയ്തത്. അപ്പോൾ ആൽക്കഹോളിസം ഒരു ഇൽനെസ്സാണ്, ഡിസീസാണ് എന്ന് സങ്കല്പിക്കുന്നവർക്കാണ് മദ്യാസക്തിയിൽ നിന്ന് മോചനം നേടാനായിട്ട് കൂടുതൽ എളുപ്പം ഉണ്ടാകുക. ഡോക്ടർ സിൽക്ക്വർത്ത് താൻ ചികിത്സിച്ചിട്ടുള്ള അനേകം ആളുകളുടെ ആൽക്കഹോളിക്കിൻ്റെ ചികിത്സയിൽ നിന്ന് കിട്ടിയ അനുഭവ പരിജ്ഞാനത്തിൽ നിന്നാണ് ഈ 2 ലെറ്ററുകൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ കൊടുക്കുന്നത്. അതാണ് ഡോക്ടർ ഒപ്പീനിയനിൽ ബിഗ് ബുക്കിൻ്റെ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ എന്തുമാത്രം ചികിത്സകൾ നടത്തിയാലും വികാരസാന്ദ്രമായ സമീപനങ്ങളും ഈ രോഗത്തിന് മാറ്റം കിട്ടാനായിട്ട് മതിയാകാതെ വരുന്നു. ഒരു അമിത മദ്യപാന രോഗികൾക്ക് അവരിലൊരു താല്പര്യമൊക്കെ ഉണ്ടാക്കി പിടിച്ചു നിർത്താനുള്ള ഈ നമ്മുടെ സന്ദേശത്തിന് ഒരു ആഴവും തൂക്കമൊക്കെ ഉണ്ടെങ്കിൽ അവൻ നിൽക്കുകയുള്ളൂ. മിക്കവാറും എല്ലാവരുടെ കാര്യത്തിലും അവരുടെ ആശയങ്ങൾ അവരെക്കാൾ വലിയൊരു ശക്തിയിൽ ഉറപ്പിച്ച് നിർത്തിയാൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു ഹയർ പവറിൽ ഉറപ്പിച്ച് നിർത്തിയാൽ മാത്രമേ അവരുടെ ജീവിതം വീണ്ടും നല്ല രീതിയിൽ രൂപപ്പെടുത്താൻ പറ്റുകയുള്ളൂ എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ അമിത മദ്യപാന രോഗികൾക്ക് വേണ്ടിയുള്ള ആശുപത്രിയുടെ മേൽനോട്ടം വഹിക്കുന്ന ഒരാളാണ് ഡോക്ടർ സിൽക്ക്വർത്ത്. അദ്ദേഹം പറയുന്നത്, മനോരോഗ ചികിത്സകർ എന്ന നിലയിൽ ഞങ്ങൾ വികാരഭരിതരായി പോയി എന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അവർ ഞങ്ങളോടൊപ്പം ഈ പോർക്കളത്തിൽ സ്വല്പനേരം വന്നു നിൽക്കട്ടെ.
കൊടും നിരാശയിലാണ്ട ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും മറ്റ് ദുരിതങ്ങളെയും അവർ കാണട്ടെ. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കൽ അവരുടെ ദിനചര്യകൾ ഒന്നാകട്ടെ. അവരുടെ നിദ്രായാമങ്ങൾ പോലും ഇതിനായി ചിലവിടട്ടെ. അവരിൽ ഏറ്റവും കടുത്ത ദോഷൈക ദൃക്കുകൾ പോലും ഞങ്ങൾ ഇവരെ അതേപടി സ്വീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിൽ തെല്ലും അത്ഭുതപ്പെടില്ല എന്നാണ് ചിരകാല അനുഭവങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇപ്പോൾ അവർക്കിടയിൽ തന്നെ വളരുന്ന ഈ പരോപകാര പ്രസ്ഥാനത്തേക്കാൾ കൂടുതലായി അവരുടെ പുനരധിവാസത്തിനുതകുന്ന മറ്റൊന്നും തന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതായത് ആൽക്കോളിക്സ് അനോണിമസിനെ പറ്റിയാണ് പറയുന്നത്. ഈ പോർക്കളത്തിൽ സ്വല്പനേരം വന്ന് നിൽക്കട്ടെ എന്നാണ് പറയുന്നത്. ഒരു യുദ്ധഭൂമിയോടാണ് സിൽക്ക് വർത്ത് അവിടെ ഉപയോഗിക്കുന്നത്. നിരാലംബരായ മക്കൾ, അനാഥരായ മക്കൾ, ഒരു പ്രതീക്ഷയുമില്ലാത്ത സ്ത്രീജനങ്ങൾ, സ്ത്രീയും പുരുഷന്മാരും. ഇവിടെയൊക്കെ സ്ത്രീകൾ മദ്യപിക്കുമ്പോൾ പുരുഷന്മാർ മദ്യപിക്കാത്ത ആളുകളൊക്കെ അലനോണൊക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ വലിയൊരു പ്രശ്നത്തിൻ്റെ മുമ്പിൽ പരിഹാരമായിട്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസ് ജനിച്ചിരിക്കുന്നത്, നമ്മുടെ അടുത്തെത്തിയിരിക്കുന്നത്. അതിനെ പുറംകാലുകൊണ്ട് തട്ടിക്കളയാതെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി തീർക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കണം. നമ്മളതിൽ വിജയം കണ്ടെത്തും. കാരണം നമുക്ക് മുന്നിൽ സഞ്ചരിച്ചവർ 40, 50, 60, 70 വർഷങ്ങളിലൊക്കെ ആയിട്ട് ഇപ്പോൾ ഏകദേശം 89 വർഷത്തോളമായി. അപ്പോൾ അത്രയും കാലം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇത്രയും വർഷത്തെ ധാരാളം അനുഭവങ്ങൾ മാത്രം മതി നമുക്ക് എയിൽ പിടിച്ച് നിൽക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങളിൽ കുടിക്കാതിരിക്കുക എന്നല്ല നമ്മുടെ ലക്ഷ്യം. ഒരു ദിവസം കുടിക്കാതിരിക്കുക. അങ്ങനെ ചെറിയ ചെറിയ കുന്നുകുരുകൾ കൂട്ടിവെക്കുന്നത് പോലെ ഓരോ ദിവസം തോറും ചെറിയ ചെറിയ മുത്തുമണികളായിട്ട് ഇത് കൂട്ടിവെച്ചുകൊണ്ടാണ് പലരും വർഷങ്ങൾ തികയ്ക്കുന്നത്, മാസങ്ങൾ തികയ്ക്കുന്നത്, ദിവസങ്ങൾ, ആഴ്ചകളൊക്കെ തികയ്ക്കുന്നത്. അപ്പോൾ മീറ്റിങ്ങിന് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആൽക്കഹോളിസം എന്ന് പറയുന്ന ഈ ഡിസീസ്, മദ്യാസക്ത രോഗം എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഒരിക്കലും പരാജയം സമ്മതിക്കാതെ നമുക്ക് ഇരുന്നാൽ നമ്മൾക്ക് കിട്ടുന്ന ഗിഫ്റ്റിനെ പറ്റി ബുക്കിൽ തന്നെ പറയുന്നുണ്ട്. ഡെത്ത്, ജയിൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. മരണം, ജയിൽ, ഇൻസ്റ്റിറ്റ്യൂഷൻ. പലപ്പോഴും നമുക്കിതൊക്കെ ഒരു തമാശയായിട്ട് തോന്നാമെങ്കിലും നമുക്കറിയാം നമ്മുടെ കൂട്ടത്തിൽ തന്നെ പലർക്കും, അല്ലെങ്കിൽ നമ്മളുടെ ഇവിടെ വരാത്ത, അല്ലെങ്കിൽ നമ്മുടെ ഈ ഗ്രൂപ്പിൽ വരാത്ത പലരും ഇന്ന് ജയിലിലാണ്. അതിൽ 1-2 പേരൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അവസാന ഭാഗത്ത് എനിക്ക് പറയാനുള്ളത്, മദ്യാസക്തി അല്ലെങ്കിൽ മദ്യം രോഗമെന്ന് പറയുന്ന ആ രോഗത്തെ തുടർന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഗിഫ്റ്റ്, ഷിബു ഉൾപ്പെടുന്ന എനിക്ക് കിട്ടാൻ പോകുന്ന ഗിഫ്റ്റ് ജയിൽ, ഡെത്ത് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. മരണം, ജയിൽ, ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ചികിത്സാ കേന്ദ്രത്തിലുള്ള അവസാന പ്രവേശിക്കലാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് കടന്നു വരാനും ഇതിൻ്റെ ഈ ചിന്തകൾ കൂടുതൽ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും സാധിക്കണം. അടുത്ത പ്രോബ്ലം ഇപ്പോൾ 2 മീറ്റിങ്ങിലായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് സൊല്യൂഷനാണ്. നമുക്കറിയാം നമ്മളൊരു സിമ്പിൾ റൂളിലാണ് പോകുന്നത്. ആ റൂളിൻ്റെ പേര്, അല്ലെങ്കിൽ നിയമം എന്നാണ് പറയുക, അതിൻ്റെ പേരാണ് 12 പടികൾ. അപ്പോൾ അടുത്ത സെക്ഷന് 1-2 സെക്ഷനിലായിട്ട് പടികളെക്കുറിച്ചാണ് പറയേണ്ടത്. അത് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മിഡ്നൈറ്റ് ഗ്രൂപ്പിലെ ആളുകൾ പറയുന്നതനുസരിച്ച് പറയാൻ ശ്രമിക്കാം. അപ്പോൾ എൻ്റെ പ്രോബ്ലം എന്താണെന്ന് എനിക്ക് ഇതിനോടൊക്കെ മനസ്സിലായി. മദ്യാസക്തി എന്ന് പറയുന്നതാണ് എൻ്റെ രോഗം, അല്ലെങ്കിൽ അതാണ് എൻ്റെ പ്രശ്നം. ഇനി അടുത്തത് ഞാൻ സൊല്യൂഷൻ എന്തൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ പ്രോബ്ലത്തെ അടിയുറപ്പിച്ച് കഴിഞ്ഞാൽ, അതായത് 1-ാം പടിയിൽ ഞാൻ മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനെന്ന് സമ്മതിച്ചു, എൻ്റെ ജീവിതം അനിയന്ത്രിതമായി പോയി എന്ന ആ ഒരു ഭാഗം അംഗീകരിക്കുന്ന ഒരാൾക്ക് മാത്രമേ സൊല്യൂഷൻ സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ കുടി നിർത്തുക എന്ന് പറയുന്നത് അല്ല നമ്മുടെ ലക്ഷ്യം. നല്ലൊരു കുടി നിർത്തുക എന്നതിനേക്കാൾ ഉപരിയായി, അല്ലെങ്കിൽ അതൊരു ചെറിയ സ്റ്റെപ്പ് മാത്രമാണ്. കുടി നിർത്തേണ്ടതുണ്ട്. അതിന് ശേഷം എടുക്കുന്ന വലിയ ഒരു ജീവിതത്തിലെ തീരുമാനങ്ങളാണ് സൊല്യൂഷനായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇനി എനിക്ക് നന്ദി പറയാനുള്ളത് മിഡ്നൈറ്റ് സ്റ്റിയറിംഗ് കമ്മിറ്റിയോടാണ്. ഈ പവർ പോയിൻ്റ് ഇവിടെ നിർമ്മിക്കുകയും ഈ ആശയങ്ങൾ മറ്റുള്ളവരിലേക്കും എന്നിലേക്കും
മറ്റുള്ളവരിലേക്കും എത്തിക്കാനായിട്ട് മിഡ് നൈറ്റ് സ്റ്റിയറിംഗ് കമ്മിറ്റി ഒരുപാട് മാസങ്ങളായിട്ട് പ്രവർത്തിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പവർ പോയിൻ്റ് രൂപീകരിച്ചത്. ഏതായാലും എന്നാലാകുന്നത് ഞാനത് വിശദീകരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അടുത്ത ഭാഗം സൊല്യൂഷനാണ്. 12 പടികളെക്കുറിച്ചാണ്. നമുക്കറിയാം നമ്മുടെ AI ബുക്കിൽ അതെന്തൊക്കെയാണ് പറയുന്നതെന്നൊക്കെ ഉള്ള ഭാഗം അടുത്ത ഭാഗത്തായിട്ട് 1-2 മീറ്റിങ്ങിലായിട്ട് അവതരിപ്പിക്കാമെന്നാണ് ചിന്തിക്കുന്നത്. ഇന്ന് ഇവിടെ കടന്നു വരികയും ഡിസീസ് കൺസെപ്റ്റ് ഓഫ് ആൽക്കഹോളിസം അല്ലെങ്കിൽ മദ്യാസക്തി എന്ന രോഗത്തെക്കുറിച്ചുള്ള മിഡ് നൈറ്റ് സ്റ്റാർ ഗ്രൂപ്പിലെ ഈ പറയുന്ന പവർ പോയിൻറ്റിലേക്ക് കടന്നു വന്ന ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.